എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1992 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക പരിപാടി, അതായത് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീമാൻ ONV കുറുപ്പിന്റെ ചരമദിനം പ്രമാണിച്ചുള്ള ONV അനുസ്മരണ പ്രഭാഷണം ആണ് ഇന്നത്തെ പരിപാടി. ഈ പരിപാടിയിലേക്ക് പ്രാർത്ഥനയ്ക്കായി ഡോക്ടർ ഗോപകുമാറിനെ ആദരവ് ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. പൊൽത്തിങ്കൾ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഗത്തിൽ വെൺകൊറ്റ പൂങ്കുട പോൽ വിടന്ന വിമലാകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജടി ഹസ്തമാർന്ന തുടി തന്നുത്താളടുണ്ടും രവം തത്വത്തിൻ പൊരുളാലപിപ്പു മധുരം സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം. നന്ദി. വളരെ മനോഹരമായ ഗാനം, മനോഹരമായി ആലപിച്ചു, വളരെ സുന്ദരവുമായിരുന്നു. അപ്പൊ നമുക്ക് ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഒരു മറുനാടൻ മലയാളി കൂടിയായ ഷാലു രാജൻ ക്ഷണിക്കുന്നു. താങ്ക് യു ഡോക്ടർ. അത്രയും സ്നേഹം നിറഞ്ഞ ഹോമിയോപ്പതി ഡോക്ടേഴ്സ്, ഹോമിയോപ്പതി ലവേഴ്സ്, ഹോമിയോപ്പതി വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ IFPHന്റെ 1992 മലയാള വെബിനാറിൽ നമ്മുടെ മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ ONV കുറുപ്പിനെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെ കൂടി വന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്ന് ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നത് ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഷീബ മാമിനെയാണ്. മാഡം കൊല്ലം കൊളക്കട ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. മാഡം ഒരു കവയിത്രിയും അതുപോലെ തന്നെ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഇതിനു മുൻപും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, നമ്മുടെ സുകുമാർ അഴീക്കോട് സാറിന്റെ ആ ഒരു അനുസ്മരണ ദിനത്തില് മാഡം വന്ന് നല്ലൊരു പ്രഭാഷണമൊക്കെ എടുക്കുകയുണ്ടായി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തായാലും മാഡത്തെ ഞാൻ ഈ ഒരു പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ബിജു പെരുമ്പുഴ സാറിനെയാണ്. അദ്ദേഹം ഒരു ഗായകനും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകനും കൂടിയാണ്. യുവകലാ സാഹിത്യ എന്ന സാംസ്കാരിക സംഘടനകളുടെ ട്രിവാൻഡ്രം ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഇതുപോലെ തന്നെ നിരവധി സമയങ്ങളിൽ നമ്മളോടൊപ്പം വന്നു ചേരുകയും നിരവധി നല്ല പ്രഭാഷണങ്ങൾ നമുക്ക് എടുത്തു തരികയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ IFPHന്റെ പേരിൽ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ഈശ്വര പ്രാർത്ഥന അർപ്പിച്ചത് നമുക്ക് ഇത്രയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ IFPHന്റെ തന്നെ സഹയാത്രികനായിട്ടുള്ള ഡോക്ടർ ഗോപകുമാർ സാറാണ്. അദ്ദേഹത്തെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ ഒരു പ്രത്യേക പരിപാടിയിൽ, ഈ ഒരു അനുസ്മരണ യോഗത്തിൽ നമുക്ക് കൃതജ്ഞത അർപ്പിക്കുവാനായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ ഹേമ ശേഖറാണ്. ഹേമ ശേഖറും ഇതുപോലെ നമ്മുടെ IFPHന്റെ ഒരു സഹയാത്രികയാണ്. മാഡത്തെയും ഞാൻ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ മോഡറേറ്ററായിട്ട് വന്നിട്ടുള്ള നമ്മുടെ മനോജ്, നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള മനോജ് ഡോക്ടറാണ്. ഡോക്ടറെയും ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു യോഗത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, ഹോമിയോപ്പതിക് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ IFPH ഭാരവാഹികൾ, എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി ശ്രീ ഷാലു രാജൻ. ONV എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പാടിയ 4 വരി തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം, ജീവിക്കുന്ന ഉദാഹരണം എന്ന് പറയാം. വർഷങ്ങൾ എത്ര, ഏതാണ്ട് 50-55 വർഷത്തെ കുമാരസംഭവം എന്ന സിനിമയിലെ പാട്ട് തന്നെയാണ്. അത് വയലാർ രാമവർമ്മയായിട്ട് മത്സരിച്ച് എഴുതിയും കൂടെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വയലാറിനെ ONV കടത്തി വെട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് പരിപാടിയുടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് ഡോക്ടർ ഷീബ രജികുമാർ, വളർന്നു വരുന്ന പ്രതിഭയാണ്. ഇന്നലെ ഡോക്ടർ രജികുമാർ, ഷീബയുടെ ഹസ്ബൻഡ്, വളരെ തകർപ്പൻ പ്രകടനമായിരുന്നു. ഒരു സാമ്പത്തിക വിദഗ്ധനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ രജികുമാർ ഡോക്ടർ അവതരണം ഒട്ടും മോശമല്ലാത്ത രീതിയിൽ 100 കവിതകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത്
എന്തൊരു വളരെ രസകരമായ ഒരു പേരിവിടെ കിട്ടുന്നില്ല. വളരെ സജീവമാണ്, സാഹിത്യത്തിൽ സജീവമായ ഒരു കവയത്രി കൂടിയായ ഡോക്ടർ കൂടിയായ ഷീബയെ ആദരവ് ക്ഷണിക്കുന്നു. ഷീബ. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു എനിക്ക് തന്നിരിക്കുന്ന സമയം 10 മിനിറ്റ് അല്ലേ? അതെ അതെ അതെ, എന്നെ ഓർമ്മിപ്പിക്കുമല്ലോ. കാരണം എന്താ വെച്ചാൽ തീർച്ചയായും അതേറ്റ്. അത് മതി. അല്ലെങ്കിൽ നമ്മുടെ ടൈം പീസ് റെഡി ആയിട്ടിരിപ്പുണ്ട്. നമ്മുടെ ശൈലജ ഡോക്ടർ അവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ടൈം പീസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്, കാരണം കൃത്യസമയത്ത് ഓർമ്മിപ്പിക്കാറുണ്ട്. അപ്പൊ എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. വളരെ വളരെ സന്തോഷം. അപ്പം ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ONV സാറിനെ കുറിച്ചുള്ള പ്രഭാഷണം അല്ല ചെയ്യുന്നത്, അത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബിജു പെരുമ്പുഴ വളരെ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ എനിക്ക് തന്നിരിക്കുന്ന 10 മിനിറ്റുകൾ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ONV ഉണ്ട്. അദ്ദേഹത്തെ കുറിച്ച് മാത്രം ചെറിയ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാം. തീർച്ചയായിട്ടും ഭാവഗീതങ്ങളുടെ ഒരു കുലപതി എന്നാണ് നമ്മൾ ONV സാറിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ കവിതയുടെ ഒരു വെള്ളി നൂല് കൊണ്ട് അദ്ദേഹം നെയ്ത് കൂട്ടിയത് എന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ നമ്മളൊന്ന് അനുസ്മരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ കവി തീർച്ചയായിട്ടും സാഹിത്യത്തിന്റെ മറ്റു പല മേഖലകളിലും സ്വന്തം കഴിവുകൾ തെളിയിക്കുമായിരിക്കും. പക്ഷേ സാധാരണക്കാരന്റെ മനസ്സിലേക്ക് കവിതയെ എത്തിക്കുന്നത് എത്ര വലിയൊരു പങ്ക് വഹിച്ച ഒരു കവിയാണ് ശ്രീ ONV എന്നുള്ളത് പറയാതെ വയ്യ. അപ്പൊ ഞാൻ കുട്ടിക്കാലത്തെ, ഞാനെന്നല്ല നമ്മളെല്ലാവരും ONV ആദ്യം കുട്ടിക്കാലത്ത് പരിചയപ്പെടുന്ന ഒരു പാട്ടുണ്ട്, നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്. ഇപ്പൊ കാക്കേ കാക്കേ കൂടെ ഇവിടെ കേട്ടിട്ടില്ലാത്ത ആരുമില്ല, എല്ലാരും കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഹൃദയത്തിൽ കവിത ഉണ്ടാക്കാൻ കഴിയുന്ന വ്യക്തികൾ ആരാണോ അവരാണ് ശരിക്കുള്ള കവികൾ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതുപോലൊരു കവിത മുമ്പ് ഞാൻ പറയാറുണ്ട്. കുഞ്ഞിനി പുഞ്ചിരി ആര് തന്നു, കുഞ്ഞിക്കുടമുല്ല പൂവ് തന്നു. ഇത് തിരുനെല്ലൂർ കരുണാകരൻ സാറിന്റെ വരിയാണ്. അതുപോലെ നമ്മൾ എല്ലാരും കുട്ടിക്കാലത്ത് അമ്മൂമ്മമാര് പാടി തന്നിട്ടുള്ള ഒരു പാട്ടാണ് അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്. ഇത് ശരിക്കും കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയ ഒരു കവിത എന്നല്ല, മുടിയനായ പുത്രൻ എന്ന നാടകത്തില് ONV എഴുതിയ ഒരു പാട്ടാണ്. അപ്പൊ ഇത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പോലും വളരെ വളരെ പരിചിതമായിട്ടുള്ള ഒരു ഗാനം. കാരണം എന്താ വെച്ചാൽ അത്ര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് ഹൃദയത്തിലേക്ക് വരുന്നു. ഈ പാട്ടിനോടൊപ്പം തന്നെ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ONVയുടെ ഒരു പാട്ടുമായിട്ട് ഭയങ്കര കോണ്ടാക്റ്റിലാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ട്വിൻസ് ആണ്. ഷീജ എന്നാണ് എന്റെ ട്വിൻ സിസ്റ്ററിന്റെ പേര്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലെ ഈ മത്സരങ്ങൾക്കെല്ലാം പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഡാൻസ്, പാട്ട് എല്ലാത്തിനും ഉണ്ട്. അപ്പൊ ഡാൻസിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഡാൻസ് തന്നെ ഇതിൽ സിംഗിൾ ഡാൻസും ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസും ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ പാട്ട് സിംഗിൾ ആയിട്ട് കളിക്കും, എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് അതൊരു ഗ്രൂപ്പ് ഡാൻസ് കളിക്കും. അങ്ങനെ ഒരു കുട്ടിക്കാലത്ത് ഓർമ്മയുള്ള ഒരു പാട്ടുണ്ട്. നിങ്ങൾ പലരും കളിച്ചിട്ടുണ്ടാവും ആ പാട്ട്. അത് ഇതാണ്: ചെപ്പു കിളിക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്ന് കാട്ടൂലേ, മിന്നുന്നത് എന്താണ് അയ്യയ്യ നിന്റെ കുഞ്ഞിക്കുരുമണി പൊന്മാല. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോവാത്തൊരു ട്യൂണാണത്. അത് നമ്മൾ പഠിച്ചു പോകും. അപ്പൊ അതിന്റെ കുറെ വരികൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി ആ വരികൾ ഓർമ്മിച്ചപ്പോഴാണ്, കുറെ കാലം അതൊക്കെ ഓർമ്മിച്ചിട്ട്. ഓണനിലാവത്ത് തുള്ളാട്ടം കൊള്ളും ഓമന ചങ്ങാതി ചൊല്ലൂ നീ, ആരെല്ലാം ചോദിച്ചീ പൊന്മാല നിന്റെ കിങ്ങിണി ചെപ്പിലെ പൊന്മാല. ഇതൊരു കുട്ടിക്കാല ഓർമ്മ ആയതുകൊണ്ടാണ് ഈ വരികൾ ഞാൻ അത്ര സ്നേഹത്തോടെ പാടുന്നത്. കാറ്റിന്റെ കയ്യിൽ കൊടുത്താലേ ഇത് പൊട്ടിച്ചെറിഞ്ഞു കളയൂലേ, പാട്ടുകാരിക്കിളി ചോദിച്ചാൽ നിന്റെ പാട്ടിന് പോകാൻ പറയൂലേ. എന്ന് വെച്ചാൽ ഇത് ഒരു കുട്ടിക്ക് ഒരിക്കലും ഒരു അമ്മയോ ഒരു അച്ഛനോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ബൈ ഇറ്റ് സെൽഫ് എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുഞ്ഞു വരികളിൽ കവിത ഉണ്ടാകും എന്ന് മനസ്സിലായിട്ടുള്ളത് പലപ്പോഴും ONV സാറിന്റെ വരികൾ വായിക്കുമ്പോഴാണ്. ഇതുപോലെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് ഇല്ലിമുളം കാടുകളിൽ ലെല്ലലലം പാടി വരും തെന്നല്. ലെല്ലലം എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ മലയാളത്തിൽ? ലെല്ലലം എന്ന് പറഞ്ഞൊരു വാക്ക് നമുക്ക് ഒരിടത്തും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇത്രയും ഭംഗിയായിട്ട് കവിതയുടെ ആ ഇൻട്രിക്കേറ്റ് നൂല് കൊണ്ട് നെയ്തെടുത്തൊരു വരി എന്ന് പറയാം: അല്ലിമലർ കാവുകളിൽ വള്ളികളിൽ ഊയലാടും തെന്നലെ. ഇത് മുടിയനായ പുത്രനിലെ കവിത വരികളാണ്. ഞാൻ ആലോചിക്കുന്നത് ഒരു കാറ്റിരുന്ന് ഊയലാടുവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അല്പം ഭാവനയുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കാറ്റ്, വെളിച്ചം, പ്രഭാതം, സന്ധ്യ, ഇതിനെല്ലാത്തിനും ക്യാരക്ടേഴ്സിന്റെ ഒരു രൂപം കൊടുക്കാവുന്ന ഒരുപാട് അവസരങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ കവിത പലപ്പോഴും അതുപോലെ ഒരു മാന്ത്രികതയാണ് പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു നമുക്ക് ഇത്തരം വരികൾ വായിക്കുമ്പോൾ. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ONVയുടെ കവിത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിപ്ലവ ഗാനങ്ങളാണ്. അപ്പം ONVയുടെ വിപ്ലവ ഗാനങ്ങളുടെ ഒരു സമയത്ത് കേരളത്തിന്റെ എന്താ പറയാ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വളരെ വലിയ നിലയിൽ പുകഴ്ത്തി അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടുവന്ന വരികളാണ്. ഇപ്പോഴും ഈ ഇടയ്ക്ക് കൊല്ലത്ത് ഈ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകത്തിന്റെ ഒരു പുനരാവിഷ്കരണം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞാനത് കാണാൻ പോയി. കാരണം നമുക്കൊന്നും കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അപ്പൊ അതിലൊരു പാട്ടാണ്: പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ
ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. അപ്പൊ അതിലെ ഒന്ന് രണ്ട് വരികൾ കേൾക്കുമ്പോഴത്തേക്കും എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുറെ ആൾക്കാർ അറിയാതെ കൈ ഉയർത്തി പിടിക്കുന്നത് ഞാൻ കണ്ടു. അവര് തൊഴിലുറപ്പിനൊക്കെ പോകുന്ന സ്ത്രീകളാണ്. അത് കാണാൻ വേണ്ടിയിട്ട് അവര് ആ നാടകം കാണാൻ വേണ്ടി, ആ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി രാത്രി വരെ അവിടെ വന്ന് നിന്നവരാണ് അവർ. അപ്പൊ അവരുടെ ആ കൈ ഉയർത്തുന്ന സ്പിരിറ്റിൽ എനിക്ക് മനസ്സിലാകുന്ന വരി ഇതാണ്: ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാൻ, തോളോട് തോൾ ഒത്തുചേർന്ന് വാളുയർത്താൻ തന്നെ, പോരുമോ നീ നേരു തേടും പോര്. അപ്പം ഇത്രയും വലുതായിട്ടൊരു വലിയ ജനക്കൂട്ടത്തിന്, അതായത് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ഗ്രൂപ്പിനെ പോലും ആ ഒരു സോഷ്യലിസത്തിന്റെ വീതിയിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് നേരെയുള്ള ചങ്ങലകളെ പൊട്ടിച്ചെറിയണം എന്ന് പറയുന്ന ഒരു സ്പിരിറ്റിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ പറ്റുന്ന വരികൾ എന്ന് പറയുന്നത് അത് അസാധ്യമായിട്ടുള്ള ഒരു അസാധ്യനായ ഒരു കവിക്ക് മാത്രം സാധ്യമായിട്ടുള്ള. അതുപോലെയാണ് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ, അരുമക്കിളിയെ നേരോ നേരോ വെറുതെ പുനിതം പറയാതെ. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മനുഷ്യന്റെ ഉള്ളിൽ ഉണരുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അപ്പൊ ആ സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന വരികൾ എന്ന് പറയുന്നത് ആ തൂലികയിൽ നിന്ന് ഉയർന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ കാലത്തും ONV നിലനിൽക്കും എന്നുള്ളതാണ്. രണ്ടാമത് അദ്ദേഹത്തിന്, എനിക്ക് 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് സ്പീഡിൽ അങ്ങ് തീർക്കുകയാണ്. സിനിമാ ഗാനങ്ങൾ, ഇപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളെ പറയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 100 പാട്ടുകളാണ് ONVയുടെ പാട്ടുകളെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ അതിൽ ഇത്ര മാത്രമേ ഉള്ളൂ: സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കവിതയെ കൊണ്ടെത്തിച്ചു. കവിത അത്ര എളുപ്പത്തിൽ എല്ലാവർക്കും വഴങ്ങുന്ന ഒന്നല്ല. പക്ഷെ കവിതയാണെന്നറിയാതെ കവിതയെ സ്വീകരിക്കപ്പെട്ട പാട്ടുകളാണ് ശരിക്കും പറഞ്ഞാൽ ONV, വയലാർ തുടങ്ങിയവരൊക്കെ എഴുതിയിട്ടുള്ളത്. നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ഈ ഇതിലെന്തെന്ന് വെച്ചാൽ നാളത്തെ ദിവസത്തിന്, മനോജ് സാറേ, നാളത്തെ ദിവസത്തിന് എന്താണ് പ്രത്യേകത എന്ന് അറിയാമോ? വാലന്റൈൻസ് ഡേ ആണ്. തന്നെ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിള്ളേർ മുഴുവൻ ചെമ്പരത്തി പൂവും റോസാപ്പൂവായിട്ട് ഓടുന്ന ഒരു ദിവസമാണ്. ഇവർ കുറെ പാട്ടുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജെൻസി റീൽസ് കേട്ട് കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് തപ്പിപ്പോകും. കാരണം എന്ന് വെച്ചാൽ പഴയ എന്താ പറയാ, നെരൂദയുടെ സകല ലൈൻസും ബാക്കിയുള്ള പലതും ഒക്കെ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കാണ് നാളെ ഇറക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു കാലത്തിനും ജയിക്കാൻ പറ്റാത്ത, ജെൻസിയെ വരെ തോറ്റ് തൊപ്പി ഇടിപ്പിക്കുന്ന, ഇന്നും അവര് പോലും കേട്ടാൽ കരയുന്ന എത്രയധികം പവിത്രമായിട്ടുള്ള ഗാനങ്ങളാണ് ONVയുടെ തൂലികയിൽ നിന്ന് വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്: ഒരു ദലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നു, മൃദുല കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അത് എങ്ങനെയാണ് നിൽക്കുന്നത്? ഒരു ഇതള് മാത്രം വിടർന്ന ഒരു മൊട്ടിനെ പോലെ നിൽക്കുകയാണ്. മൃദുല കപോലങ്ങൾ നുള്ളി നോവിക്കുക, ഒന്നും ചെയ്യാതെ, ഒന്ന് തഴുക പോലും ചെയ്യാതെ ഞാൻ നോക്കി നിന്നു. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലവ് കൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ടല്ലോ, നമ്മളെ ജനറേഷൻ കാലാകാലങ്ങളോളം പാടിയ ഒരു പാട്ടാണ് ഇത്, എന്താ പറയാ, ബ്രേക്കപ്പ് സോങ്സ് ഇല്ലേ, ജെൻസീസിന്റെ ബ്രേക്കപ്പ് സോങ്സ് ആണ്. അവരിതെല്ലാം സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോന്നും അവർ പാട്ടുകളിലൂടെയും അല്ലെങ്കിൽ റീൽസിലൂടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം അവര് ഒരിക്കലും സങ്കല്പിക്കാത്ത ഒരു പാട്ടാണ്: അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ബന്ധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ നെഞ്ചിലുണ്ടാവുന്ന ഒരു വേദനയുണ്ട്. അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഒരു ജെൻസി കവിതയെ തോപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ എതിരിടാൻ കഴിവുള്ള വരികളാണ്, കാലത്തെ ജയിച്ച്. അതുപോലെ ഒന്നാണ്: നീൾമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എൻ മുന്നിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനും ഒരു അന്യനെ പോൽ, വെറും അന്യനെ പോൽ. പാട്ട് പാടാൻ അറിയാമെങ്കിൽ ഞാൻ പൊളിച്ചേറെ. പാട്ട് പാടാൻ അറിഞ്ഞാത്തത് കൊണ്ടാണ് ഇത് വായിക്കുന്നത്. അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഈ പാട്ട്, നമ്മൾ ഈ പിള്ളേരുടെ ബ്രേക്കപ്പ് സോങ്സ് കേട്ടിട്ടില്ലേ? തേച്ചില്ലേ പെണ്ണെ, തേച്ചില്ലേ പെണ്ണെ, തേപ്പ് വെട്ടിപ്പോലെ നീ എന്നെ എന്ന് പറഞ്ഞാണ് അവർ പാടുന്നത്. അപ്പൊ അതിന്റെയൊക്കെ മുമ്പ് നമ്മുടെ കാലഘട്ടത്തിന്റെ ഈ കവിതകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഹൃദയം നിറഞ്ഞു പോകും. അതുപോലെ ഒത്തിരി ഒത്തിരി ഇങ്ങനത്തെ പാട്ടുകളുണ്ട്. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ, സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ. ഞാനൊക്കെ വളരെ കുഞ്ഞാനൊക്കെ പോയി കണ്ടൊരു സിനിമയാണ് അരണ്യം. ഇന്നും ആ പാട്ടുകളൊന്നും ഈ ഇടയ്ക്ക് ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ പോലും ഈ വരികളെല്ലാം കാണാതെ അറിയാം. ഒത്തിരി ഒത്തിരി അതിലെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വരി, ഞാൻ കവിത തന്നെ അതിനെ വിളിക്കുള്ളൂ: മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരു ഇന്ദു കിരണം പൂവ് ചാർത്തിയ പോലെ. എന്നുവെച്ചാൽ ആ കൺസെപ്റ്റ് നമ്മുടെ മുമ്പിൽ വരുത്തുന്ന ഒരുപാട് മനോഹരമായ വരികൾ. പിന്നെ അതുപോലെ തന്നെ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ്. ഒത്തിരി 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 പാട്ടുകൾ പറഞ്ഞാൽ തീരാത്ത. പിന്നെ കവിതയിലേക്കും കൂടെ പോയിട്ട് 2 മിനിറ്റ് ഉണ്ടോ? ഉണ്ട് തീർച്ചയായും. 2 മിനിറ്റ്. അപ്പൊ 2 മിനിറ്റ് കൊണ്ട് കവിതയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ ചങ്ങമ്പുഴയുടെ സ്വാധീനം എന്നും പറഞ്ഞ ഒരുപാട് കാലത്ത് മാറ്റലി കവികളെന്നും പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഈ ONVയും വയലാറിനെയൊക്കെ ഈ ഒരു കാലത്ത് ഇകഴ്ത്തിയിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ
തന്റെ കാൽപ്പനികത എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ കാൽപ്പനികത അല്ല, അത് വളരെ നവീനമായ ഒന്നാണെന്ന് പരിഷ്കരിച്ച ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ ONV. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രകൃതിയുടെ, സ്നേഹത്തിന്റെ അല്ലെങ്കിൽ വിപ്ലവത്തിന്റെ ഒക്കെ സ്വാധീനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും പ്രിയപ്പെട്ട 2 കവിതകളുടെ വരികൾ മാത്രം പറഞ്ഞാൽ നിർത്താം. എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കവിത ഭൂമിക്കൊരു ചരമം ചെയ്യണം. പറയാതെ ഒരിക്കലും ONV എന്ന് പറയുന്ന കവിത തീർച്ചയായിട്ടും പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുമെന്ന് എനിക്കറിയാമെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്റെ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, അങ്ങനെ ഒത്തിരി നമുക്ക് അറിയാന്നുള്ള വരികൾ. പക്ഷെ എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വരിയാണ്, നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നിറുകയിലെ മഞ്ഞുനീർ തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ട്, അത് കണ്ട് ഉദിച്ചിതൻ കരളിൽ ഒരു വിസ്മയ വിഭാവം. ഇങ്ങനെ എത്രയോ ബ്യൂട്ടിഫുൾ ലൈൻസ് കൊണ്ടാണ് ആ വരികൾ, ആ കവിതകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സാധാരണക്കാരന്റെ കണ്ണീരിനെ ഒപ്പിയെടുക്കുന്ന ഒത്തിരി വരികൾ. ഈ വിപ്ലവ ഗാനത്തിന്റെ ഗോതമ്പ് മണികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. നമ്മൾ നോക്കി വളർത്തും ഈ കോതമ്പും നമ്മളും മക്കളെ ഒന്നുപോലെ, ആറ്റുനോറ്റ് ആരോ വളർത്തുന്നു, അതിൽ ആരാരോ കൊയ്തു മെതിക്കുന്നു. ഇങ്ങനെയുള്ള വരികൾ. പിന്നെ ഏറ്റവും ഗൃഹാതുരമായ വരികൾ, ജീവിതകാലത്ത് പഴയ സ്കൂൾ കെട്ടിടങ്ങളെ അല്ലെങ്കിൽ പഴയ സ്കൂൾ കാലങ്ങളെ ഓർമ്മിക്കുന്ന ഏതൊരു മലയാളിയും എന്നും ഗൃഹാതുരതയോടെ പാടുന്ന ഒരേ ഒരു പാട്ട്, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആ പാട്ട് അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്ന്. ഒരൊറ്റ കവിത ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാം. നന്ദി എന്നാണ് കവിതയുടെ പേര്. ONV എന്ന് പറയുന്ന കവി ജീവിതത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു കവിതയാണ്. നമുക്ക് ചിലതൊക്കെ പഠിക്കാനുണ്ട്. കാരണം പലതും ഇല്ല 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 എന്ന് കലമ്പുന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തന്നതിനെല്ലാം നന്ദി പറയുന്ന ഒരു കവിയാണ്. അപ്പൊ നന്ദി നീ തന്നോരിളം നീല രാവുകൾക്ക്, എന്നെ കുളിരണിയിച്ച നിലാവുകൾക്ക്, എന്നെ ചിരിപ്പിച്ച നക്ഷത്ര മുല്ലകൾക്ക്, എന്റെ ഏകാന്തത തൻ പുഴയോരത്ത് കൊച്ചുകാറ്റിന്റെ കൊതുമ്പു വള്ളത്തിൽ നീ ഏറ്റി അയച്ച വിശിഷ്ട ഗന്ധങ്ങൾക്കും എല്ലാം എനിക്ക് കനിഞ്ഞു നീ തന്നതിനെല്ലാം പ്രിയപ്പെട്ട ജീവിതമേ നന്ദി നന്ദി. ഒരുപക്ഷെ ONV അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ ഭൂമി വിട്ടുപോയത്. അപ്പോ വ്യക്തികളും കവിതയും വ്യത്യസ്തമാണെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. കവിത അല്ല വ്യക്തി എന്നും അറിയാം. എങ്കിലും കവിതയുടെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കാവുന്ന ഒന്നാണ് ONVയുടെ ഈ കാവ്യ ലോകം. നമ്മുടെ ജനറേഷനെ സംബന്ധിച്ചെങ്കിലും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുട്ടികളെ കവിത വായിക്കാൻ പ്രേരിപ്പിക്കുകയും കവിതയുടെ ആത്മാവിലൂടെ കടന്നു പോകാനും, വിളിച്ചു പറയുന്നതിനപ്പുറം എന്തൊക്കെയോ കവിതയ്ക്കകത്ത് ഹിഡൻ ആയിട്ട് ഒളിച്ചു വെക്കാനുണ്ട്. അത് വളരെ മനോഹരമായ ഒന്നാണ്. കണ്ടെടുക്കാനും മനസ്സിലാക്കിക്കാനും കഴിയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അപ്പൊ ഇന്ന് ഇവിടെ എന്നെ വിളിച്ചതിനും ഈ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയതിനുള്ള മനോജ് സാറിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ദിവസത്തെ ഈ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. എല്ലാവർക്കും വളരെ നന്ദി. ശിവ പറഞ്ഞ നൊമ്പര നെഞ്ചിൽ പിടഞ്ഞൊക്കെ ഓർമ്മിച്ച് ഒരു കവിയുടെ മനസ്സിലെ ഇരമ്പൽ നമുക്ക് കേൾക്കാൻ ഇട വന്നു. അതുപോലെ കല്ലിനുള്ളിലെ ഉറവയുണർന്ന് ലല്ലല വഴി കുഞ്ഞരുവി എന്നൊരു ലല്ലലം വീണ്ടും ONV പറയുന്നുണ്ട് ഊഴം എന്ന സിനിമയില്. എന്തായാലും വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഉദ്ഘാടന പ്രസംഗം കേൾക്കാൻ നമുക്ക് അവസരമുണ്ടായി. ഈ പറഞ്ഞ പോലെ ഒരു ദളം മാത്രം വിടുന്ന ചെമ്പനി പൂവായി എന്റെ മുമ്പിൽ വന്ന ഡോക്ടർ ഷീബ 18-19 വയസ്സുള്ള വിദ്യാർത്ഥിയായിട്ട് മുമ്പ് വന്നതാണ്. അപ്പൊ ഇവരെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. എന്തായാലും വളരെ സന്തോഷം. നമുക്ക് മുഖ്യ പ്രഭാഷണത്തിലേക്ക് പോകാം. ശ്രീ ബിജു പിരമ്പഴ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നല്ല പാട്ട് കേൾക്കാൻ പ്രതീക്ഷിക്കുന്നു. സാർ പ്ലീസ്. കേൾക്കാമോ സാർ? കേൾക്കാം. ഓക്കെ സാർ. അപ്പോ പ്രിയപ്പെട്ട ഡോക്ടർ ഷീബ, ഉദ്ഘാടനം നിർവഹിച്ച ഷീബ, ഡോക്ടർ ഗോപകുമാർ തിങ്കൽക്കല അതിഗംഭീരമായിട്ട് തന്നെ പാടി മനോജ് സാർ പറഞ്ഞ പോലെ, ഷാലുരാജൻ എന്നും വളരെ വിശദമായി സ്വാഗതം പറയുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ ഇനി പറഞ്ഞത് പറയുന്ന ഡോക്ടർ ഹേമ ശേഖർ, പിന്നെ ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ മനോജ്, പിന്നെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇന്നിപ്പോൾ ഉള്ള എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇത് ഇപ്പം നേരെ തിരിച്ചു വേണ്ടിയിരുന്നോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഒരു ഉദ്ഘാടനം ഞാനും ഒരു 10 മിനിറ്റ് നിർത്തിയിട്ട് ഡോക്ടർ ഷീബയ്ക്ക് അരമണിക്കൂർ കൊടുക്കുന്നതായിരുന്നു നല്ലതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം സ്വയം ഒരു കവയത്രിയായി വളരെ നല്ല ഒരു പ്രഭാഷകയുമാണ് ഡോക്ടർ ഷീബ എന്ന് ഞാൻ ഇന്ന് അറിഞ്ഞായിരുന്നു. ഡോക്ടർ സൂര്യ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഹോമിയോ ഡോക്ടർ. അപ്പം അവർ പറഞ്ഞിങ്ങനെ അറിഞ്ഞു. ഡോക്ടർ ഗോകുമാറിനെയും ഡോക്ടർ ഷീബയ്ക്ക് അറിയാം. ഡോക്ടർ ഷീജയുടെ കാര്യം, ഡോക്ടർ ഷീജയും ഞാൻ പരിചയമില്ലെങ്കിലും ഒരു കവയത്രിയാണ്, അതുപോലെ നല്ല പ്രഭാഷകയുമാണ്. ഈ ഡോക്ടർ ഷീബയുടെ സഹോദരി. തിരുനെല്ലൂർ സാറിൻ്റെ കവിതകളെ പറ്റിയൊക്കെ, സീത എന്നൊക്കെയുള്ള കവിതകളെ പറ്റിയൊക്കെ പ്രൗഢമായ പ്രഭാഷണം നടത്തി ഞാൻ കേട്ടിട്ടുണ്ട് തിരുനെല്ലൂർ സാറിൻ്റെ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഡോക്ടർ ഷീബ ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ വളരെ സന്തോഷം. സോ താങ്ക് യു ഡോക്ടർ ഷീബ. ONV സാറിൻ്റെ അനുസ്മരണം എന്ന് പറയുമ്പോൾ ഡോക്ടർ ഷീബ പറഞ്ഞ പോലെ 10 മിനിറ്റിലോ അല്ലെങ്കിൽ അരമണിക്കൂറിലോ ഒരു ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു സപ്താഹം പോലെ നടത്തിയാൽ പോലും തീരാത്ത വിവരങ്ങളും അവലോകനങ്ങളുമാണ് നമുക്ക് നടത്തേണ്ടി വരുന്നത്.
പിന്നെ ഇപ്പൊ നമുക്ക് ഈ ഒരു സമയ ക്ലിപ്തത ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യാം എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ONV സാറിന്റെ ഒരു അനുസ്മരണം നടത്തുമ്പോൾ എനിക്ക് ഒരു വൈകാരികമായ ഒരു ബന്ധവും കൂടെ, അല്ലെങ്കിൽ ഇത് ഒരു അടുപ്പവും കൂടെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ അച്ഛൻ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ, അച്ഛനും ONV സാർ SN കോളേജ്, കൊല്ലം SN കോളേജിന്റെ യൂണിയൻ ചെയർമാൻ ആയിരുന്നപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു അവിടെ ആർട്സ് ക്ലബ് ചെയർമാൻ. അപ്പൊ അങ്ങനെ അന്ന് മുതൽ ആ ഒരു ബന്ധം, ആ ഒരു 1950-കൾ മുതലുള്ള ബന്ധം ഉണ്ട് അച്ഛനും സാറുമായിട്ട്. വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ താമസിച്ചിരുന്നത് അടുത്തടുത്താണ്, ഇടപ്പഴിഞ്ഞിയും പഴുതക്കാടുമായിട്ടൊക്കെയാണ്. ഒരുപാട് സമ്പർക്കം ഉണ്ടായിരുന്നു, നമുക്കൊക്കെ ഒരു പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സാറിന്റെ ഒരു അനുസ്മരണം ആകുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ അച്ഛനുമായിട്ടുള്ള ബന്ധം കൂടെ നോക്കുമ്പോൾ ഒരു വൈകാരിക ബന്ധം കൂടെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ പറഞ്ഞ പോലെ കവിതകളും പാട്ടുകളും എല്ലാം കൂടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു കവിതയിലേക്ക് കടക്കാതെ അദ്ദേഹത്തിന്റെ നാടക ഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളെയും പറ്റി ചെറുതായിട്ടൊന്ന് സ്പർശിച്ചു പോകാൻ മാത്രമേ ഇത് കഴിയുള്ളൂ. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഈ ഒരു കവി എന്ന നിലയിൽ 1949 കൊല്ലത്ത് വെച്ച് നടന്ന ഒരു പുരോഗമന സാഹിത്യ സംഘത്തിന്റെ ഒരു കവിതാ മത്സരത്തിൽ 1ാം സമ്മാനം കിട്ടിയപ്പോൾ മുതലാണ് അദ്ദേഹം മലയാള കാവ്യ ലോകത്ത് ഒരു കവി എന്ന രീതിയിൽ അറിയപ്പെട്ടു തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ദാഹിക്കുന്ന പാനപാത്രം എന്നൊരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുകയും അതിന് ജോസഫ് മുണ്ടശ്ശേരി മാസ്റ്റർ വളരെ സമഗ്രവും ഒരു പ്രശംസനീയവുമായ ഒരു നിരൂപണം നടത്തുകയും ചെയ്തതോടെ മലയാള കവിതാ രംഗത്ത് ONV കുറുപ്പ് എന്ന കവി സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു സ്ഥിതിയായിരുന്നു അന്നുണ്ടായത്. പക്ഷേ ഒരു കവിയായ ONV കുറുപ്പ് ഒരു ഗാനരചയിതാവ് എന്ന രീതിയിൽ മാറുന്നത് KPSC നാടകങ്ങളുടെ ഗാനങ്ങളിലൂടെയാണ്. അതും KPSCയുടെ 2ാമത്തെ നാടകമായി, ഇപ്പൊ ഡോക്ടർ ഷീബ ഇവിടെ പരാമർശിച്ച നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിലൂടെയാണ് അദ്ദേഹം ഒരു ഗാനരചയിതാവായിട്ട് കടന്നു വരുന്നത്. ഇവരുടെ ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശരി എന്നുള്ള KPSCയുടെ ആദ്യത്തെ നാടകത്തിൽ അന്നത്തെ ഒരു യുവ വിപ്ലവ കവിയായ പുനലൂർ ബാലൻ സാറാണ് ഗാനങ്ങൾ എഴുതിയിരുന്നത്. അപ്പൊ അന്ന് ആദ്യത്തെ നാടകം നടക്കുമ്പോൾ ONV സാറും ദേവരാജ മാസ്റ്ററും ഒക്കെ ഒരു കാഴ്ചക്കാരായോ അല്ലെങ്കിൽ ഒരു സമാന മനസ്കരായി KPSCയുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ കഴിവുകൾ കണ്ടറിഞ്ഞിട്ടാണ് ഒരു കവിയായ ONV സാറിനെ ഗാനരചയിതാവായും ഒരു ശാസ്ത്രീയ സംഗീതകാരൻ ആയിരുന്ന പരവൂർ G ദേവരാജൻ എന്ന് നമ്മൾ പിന്നെ ദേവരാജൻ മാസ്റ്റർ എന്ന് മാത്രം വിളിച്ചിരുന്ന ദേവരാജ മാസ്റ്ററും അവരെ രണ്ടുപേരെയും കൈപിടിച്ച് KPSCയിലേക്ക് കൊണ്ടുവന്നത്, ഒരു സംഗീത സംവിധായകനായിട്ടും കൊണ്ടുവന്നത് അന്നത്തെ സ്ഥാപക ഒരു കലാകാരനായിരുന്നു KPSCയുടെ അഡ്വക്കേറ്റ് G ജനാർദ്ദനക്കുറുപ്പ്. ഇപ്പൊ കുറുപ്പ് സാർ ഇവരെ KPSCയിലേക്ക് കൊണ്ടുവന്നപ്പോൾ സംഭവിച്ചത് KPSCക്കും KPSC തോപ്പിൽ ഭാസിയുടെ നാടകങ്ങൾക്കും തോപ്പിൽ ഭാസിക്കും എല്ലാം ഒരു പുത്തൻ ഉണർവ് നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ വരവ് കൊണ്ട് അവിടെ നടന്നത്. അപ്പം കമ്മ്യൂണിസവും അതിന്റെ വിപ്ലവ അംശങ്ങളും ഒക്കെ തുളുമ്പി നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു അന്ന് ONV സാറിന്റെയും ദേവരാജ മാസ്റ്ററുടെയൊക്കെ. അപ്പൊ ആ സങ്കല്പങ്ങളെ സജീവമായി പ്രകടിപ്പിക്കാൻ അവസരം നൽകുന്നതും ആ കാലഘട്ടത്തിന്റെ ശക്തമായ പ്രമേയമായിരുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വികാരത്തോടൊപ്പം ഒത്തുചേർന്ന് പോകുന്ന ഗാനങ്ങളാണ് ONV ദേവരാജൻ ടീം അന്ന് KPSCക്ക് വേണ്ടി ആ നാടകത്തിൽ ഒരുക്കിയത്. അപ്പോൾ ജനകീയ നാടക പ്രസ്ഥാനത്തിന് ഒരു കുതിച്ചുചാട്ടം തന്നെ സമ്മാനിച്ച ഒരു പ്രസ്ഥാനമാണ് KPSC. അതിനോടൊപ്പം തന്നെയാണ് അതുവരെ ഉണ്ടായിരുന്ന മലയാള നാടക ഗാനങ്ങളിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട്, കാരണം അന്നൊക്കെ ഒരു തമിഴ് ഈണങ്ങൾ പിന്തുടരുക അല്ലെങ്കിൽ സെമി ക്ലാസിക്കൽ ക്ലാസിക്കൽ മാത്രമുള്ള സംഗീത ഗാനം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് മാറ്റി നാടൻ ഈണങ്ങളും നാടൻ ശീലുകളും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് ONV ദേവരാജൻ ടീം KPSCക്ക് വേണ്ടി സമ്മാനിച്ചതും അത് മലയാള നാടക ഗാന ചരിത്രത്തിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചത്. അപ്പം ഈ നാടോടി പാട്ടുകളുടെ ശൈലിയായിരുന്നു ആദ്യം ONV സാറിന്റെ ഗാനങ്ങളിൽ ഒഴുകി നടന്നത്. അപ്പൊ പാട്ടുകളുടെ ഒരു ശബ്ദം, അതിന്റെ ഉച്ചാരണം, അതിന്റെ അക്ഷര ഓട്ടം, അങ്ങനെ എല്ലാ പാട്ടുകളിൽ തെളിഞ്ഞു നിന്നിരുന്നു. അപ്പൊ ആ ഒരു രീതി സാധാരണ മനസ്സിൽ ഉണ്ടാക്കിയ ഒരു അനുഭൂതി ആ പാട്ടുകളെ ഒരുപാട് ശ്രദ്ധേയമാക്കി. അപ്പം ഒരു നാടൻ സംസ്കാരത്തിന്റെ അഴക് ആയിരുന്നു ആ ഗാനങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പം നീലക്കുരുവി നീലക്കുരുവി നീയൊരു കാര്യം ചൊല്ലുമോ, അവിടെ കാര്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീ ഒരു കാര്യം ചൊല്ലുമോ, അല്ല കാര്യം എന്നല്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ എത്ര നാളായി കാത്തു നിന്നെ നൃത്തമില്ല പാട്ടുമില്ല എന്നാണ്. എത്ര എന്നുള്ളതിനുമായി എത്ര എന്നുള്ളതാണ് പറയുന്നത്. അതൊക്കെ ആ ഗ്രാമീണ കർഷക ഹൃദയങ്ങളുടെ ഭാഷയാണ് അദ്ദേഹം ആ ഗാനങ്ങളിലൂടെ അവതരിപ്പിച്ചത്. അവരുടെ ഒരു സംസ്കാരത്തിന്റെ പൊരുൾ ഉയർത്തിക്കാട്ടുന്നവയായിരുന്നു അത്തരം ഗാനങ്ങൾ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിലെ നാടൻ പാട്ടുകളുടെ
ശീലികൾ പോലും ചില ഗാനങ്ങളിൽ അദ്ദേഹം പല്ലവിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നേരം മങ്ങിയ നേരത്തെ അക്കരെ മാനത്തെത്തിയതാരോ, അല്ലെങ്കിൽ ചാഞ്ചാടുണ്ണി ചരിഞ്ഞാടുണ്ണി, എന്തമ്മേ കൊച്ചു തുള്ളി തുള്ളാതിരിക്കണം, അങ്ങനെ ചില നാടൻ പാട്ടുകളുടെ ഈണങ്ങൾ അദ്ദേഹം, ഈ ശീലികൾ അദ്ദേഹം പല്ലവിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ, അതൊരു പാട്ട്. അല്ലെങ്കിൽ ഇപ്പം ഡോക്ടർ ഷീബ പറഞ്ഞ ചില്ലിമുളം കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ തെന്നലേ. അപ്പൊ അത്തരം ഗാനങ്ങൾ ഒരു അതിൻ്റെ രാഗാധിഷ്ഠിതമായ ഈണങ്ങൾ വഴി തനി ഗ്രാമീണ ശൈലിയിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഈ പാട്ടുകളിലെല്ലാം തന്നെ നാടൻ പാട്ടുകളുടെ പല്ലവി എടുത്ത ഗാനങ്ങളെല്ലാം തന്നെ പല്ലവിക്ക് ശേഷം ഒ എൻ വി കവിതകളുടെ തനിമയും കാലിക പ്രസക്തിയുള്ള നാടകങ്ങളുടെ സന്ദർഭങ്ങൾക്കും ചേരുന്ന വരികൾ മാത്രമേ പിന്നീട് വന്നിട്ടുള്ളൂ എന്നുള്ള. പല്ലവിയിൽ ഇങ്ങനെ എന്തമ്മേ കൊച്ചു തുമ്മി തുള്ളാതിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാലും ആ പാട്ടിന്റെ ബാക്കി ഭാഗങ്ങൾ തനിമയും കാലിക പ്രസക്തിയുള്ള വരികൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡോക്ടർ ഷീബ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു പാട്ടാണ് പൊന്നരിവാൾ അമ്പിളിയിൽ. അത് ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമാണെന്ന് പറയും. ഒരു പ്രേമാംശം കലർന്ന ഒരു കാവ്യശകലം, ഗ്രാമീണ കാവ്യശകലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ പാട്ടില് ദേവരാജൻ മാസ്റ്റർ ഇപ്പൊ പറഞ്ഞില്ലേ, കൊല്ലം എസ് എൻ കോളേജിന്റെ അടുത്തൊരു ലോഡ്ജിൽ വെച്ചാണ് അത് ആദ്യം അദ്ദേഹത്തിന്റെ ഒരു കവിത എടുത്ത് നോക്കിയിട്ട് ഇദ്ദേഹം ട്യൂൺ ചെയ്യുന്നത്, ദേവരാജ മാസ്റ്റർ. അത് എന്നിട്ട് അത് കൊല്ലം എസ് എൻ കോളേജിന്റെ യൂണിയൻ ഇനാഗുറേഷന് ഒ എൻ വി സാർ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ആണ് ദേവരാജ മാസ്റ്റർ ആദ്യമായിട്ട് ആ പാട്ട് അവിടെ പാടുന്നത്, കൊല്ലം എസ് എൻ കോളേജ്. അതിനുശേഷം അപ്പൊ ദേവരാജൻ മാസ്റ്റർ ഈണവും വെച്ച് ആ പാട്ടും എല്ലായിടത്തും അലയടിച്ച് വന്നപ്പോൾ ആ പാട്ടിന് വന്നൊരു മനസ്സിൽ കിട്ടിയ ഒരു ജനസമ്മതി കാരണമാണ് ആ ഗാനത്തിന് സന്ദർഭം ഇല്ലാതിരുന്നിട്ട് കൂടി നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകത്തിൽ ഒരു ഗാന സന്ദർഭം കൂട്ടിച്ചേർത്ത് ഈ ഗാനം കൂടി, പൊന്നരിവാൾ എന്നുള്ള ഗാനം കൂടി അതിനകത്ത് ചേർക്കുകയാണ് KPSC ചെയ്തത്. കാരണം അത്രമാത്രം ജനങ്ങൾ ആവേശത്തോടെ സ്വീകരിച്ച ഒരു ഗാനമാണ് പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നുള്ളത്. അപ്പൊ അതിൽ തന്നെ ഈ ചില വിമർശനങ്ങളൊക്കെ അന്ന് വന്നിരുന്നു. പൊന്നരി അമ്പിളിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, മരത്തിന്റെ പൂന്തണലിൽ എങ്ങനെയാണ് വാടി നിൽക്കുന്നതെന്നൊക്കെ വിമർശകർ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം അതിന് മറുപടി ഒ എൻ വി സാർ തന്നെ അപ്പൊ തന്നെ പറഞ്ഞു. കാരണം അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു പെൺകുട്ടിയോടല്ല അവർ പറയുന്നത്. അന്ന് പകൽ മുഴുവൻ പകലന്തിയോളം പണിയെടുത്ത ക്ഷീണിച്ച് വാടി നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ മരത്തിന്റെ പൂന്തണലിൽ നിന്ന് വാടി നിൽക്കുന്നതാണ് നായകൻ ചോദിക്കുന്നത്. നായകൻ ഒരു കർഷക തൊഴിലാളി നേതാവാണ്. അപ്പൊ ഗോപാലൻ മാലയോട് ചോദിക്കുന്നത് അങ്ങനെയാണ്, അല്ലാതെ അപ്പോൾ കൂടെ വന്ന് സുമ എന്ന് പറയുന്നിട്ട് കേശവനാരുടെ മോളല്ല ആൾ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലുള്ളത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ ഷീബ അതിനകത്ത് പറഞ്ഞു. എനിക്കതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർ ഷീബയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കാരണം അതിനകത്ത് 2-3 വരികളിൽ അദ്ദേഹം പൊന്നരിവാൾ എന്നുള്ള ഒരു പ്രണയഗാനമാണോ അതോ ഒരു വിപ്ലവ ഗാനമാണോ എന്നൊക്കെ ഒരു സംശയം പലർക്കും ഇപ്പോഴും തോന്നാൻ വേണമെങ്കിൽ. പക്ഷെ അത് പ്രണയഗാനമായിട്ട് എടുക്കുകയാണെങ്കിൽ പോലും തൻ്റെ ആശയങ്ങളെ, തൻ്റെ കമ്മ്യൂണിസ്റ്റ് പുരോഗമന ആശയങ്ങളെ 1-2 വരികളിലൂടെ അദ്ദേഹം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന്, പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനല്ലോ എന്നൊരു വരിയുണ്ട്. അപ്പൊ ഗാട്ടുകാരൻ എന്ന് നമുക്കറിയാം, പാറാവുകാരൻ അല്ലെങ്കിൽ മറ്റ് അനീതികളെ കടന്നു വരുന്നതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ളതിനാണ്. അപ്പൊ പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കലാകാരന്മാർ അനീതികൾക്കെതിരെ പോരാടണം എന്ന് ഏകദേശം 73 വർഷങ്ങൾക്ക് 52-ലാണ് KPSCയുടെ ആദ്യത്തായി നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആക്കി ആദ്യമായിട്ട് അരങ്ങേറുന്നത് 1952-ലാണ്. അപ്പൊ അന്ന് എഴുതിയിരിക്കുകയാണ് അദ്ദേഹം, ഈ കലാകാരന്മാരും ഇതുപോലെ നിൽക്കണം, പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനാണെന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. നീ വിഷമിക്കേണ്ട, പാട്ടുകാരൻ നാളെയുടെ ഗാട്ടുകാരനാണെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഡോക്ടർ ഷീബ പറഞ്ഞ ഒരു വരികൾ, ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാം, തോളോടു തോളൊത്തു ചേർന്നു വാളുയർത്താൻ തന്നെ പോരുമോ നീ നേടും പോരും എന്ന് പറഞ്ഞ പടം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് നെൽക്കതിരുകൾ കൊയ്യാൻ കർഷക തൊഴിലാളികൾ മതി, പക്ഷേ ഒത്തുനിന്ന് പൂനിലാവും കൊയ്യണമെങ്കിൽ അതിന് കലാകാരന്മാരുണ്ടെങ്കിലേ പറ്റുള്ളൂ. പൂനിലാവ് കൊയ്യുക എന്നൊക്കെ പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു കാൽപ്പനികതയുടെ ഒരു പ്രയോഗമാണ്. അപ്പൊ അത് ചെയ്യാൻ കലാകാരന്മാർക്കേ പറ്റുള്ളൂ. അപ്പം ഒത്തുനിന്നീ പൂനിലാവും നെൽക്കതിരും കൊയ്യാൻ, അപ്പൊ കലാകാരന്മാരും
തൊഴിലാളികളും എല്ലാം ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ഒരു സമയമാണ് ഇത് എന്ന് അദ്ദേഹം ഒരു പ്രണയഗാനം പോലെ തോന്നിക്കാവുന്ന ഒരു ഗാനത്തിൽ കൂടി പോലും ആശയങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. നമ്മൾ വളരെ വളരെ നിസ്സാരമായിട്ടോ ഇങ്ങനെ പോയി വന്നു. പക്ഷെ ഇതിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴാണ്, അതിപ്പോൾ ഡോക്ടർ ശിവായതും പറഞ്ഞു, ചില പാട്ടുകൾ നമ്മളിങ്ങനെ വെറുതെ കേൾക്കും, പക്ഷെ അതിലേക്ക് ചെല്ലുമ്പോഴാണ് ആ പാട്ടുകളുടെ ഒരു എന്താ പറയുന്നത്, ഒരു അത്രമാത്രം ഉൾക്കാഴ്ചയോട് കൂടിയാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ നാടകവേദിയും നാടക പ്രമേയവും ഒക്കെ മാറുന്നതോട് കൂടെ ഒപ്പം അതിൻ്റെ ONV സാറിൻ്റെ ഗാനരചനയിലും ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം മുടിയനായ പുത്രനിലെ ഒരു ഗാനം എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും സമ്പന്നത ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം. തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ പഞ്ചവർണ്ണ കിളിത്തത്തേ എന്ന് പറഞ്ഞാൽ പോകുന്ന പാട്ട് ഗാനരചനയിലൊരു മറ്റൊരു മാനമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. അത് ഇന്നും KPSCയുടെ 68ാമത്തെ നാടകമാണ് കഴിഞ്ഞ മാസം ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഈ നാടകത്തിൽ പോലും ദേവരാജ മാസ്റ്റർ പാടിയ ഈ തുഞ്ചൻ പറമ്പിലെ തത്തയാണ് അവതരണ ഗാനമായിട്ട് KPSC അവതരിപ്പിക്കുന്നത്. അപ്പം ആ ഒരു പാട്ടിൻ്റെ ഒരു മൂല്യമൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. 73 വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ പാട്ടല്ല KPSC അവതരണ ഗാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും തുഞ്ചൻ പറമ്പിലെ തത്ത എന്നുള്ള ഗാനമാണ്. പിന്നെയാണ് അവരത് കാളിദാസ കലാകേന്ദ്രം, അതായത് കുറച്ച് ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കത്തിൻ്റെ പേരിൽ KPSCയിൽ നിന്ന് ദേവരാജ മാസ്റ്ററും ONV സാറ്, O മാധവൻ, വിജയകുമാരി, നമ്മുടെ ഇപ്പോഴത്തെ മുകേഷിൻ്റെ അച്ഛനും അമ്മയും, KPSC സുധർമ്മ, അങ്ങനെ കുറെ ഒരു സംഘം കലാകാരന്മാർ അവിടെ നിന്ന് വിട്ടു. അവിടെ നിന്ന് വിട്ടപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ വേറൊരു നാടകവേദിയാണ് ആലോചിച്ചതും. അങ്ങനെ ഉണ്ടായതാണ് കാളിദാസ കലാകേന്ദ്രം. അപ്പോൾ ആ കാളിദാസ കലാകേന്ദ്രത്തിൽ എത്തുമ്പോൾ വീണ്ടും പാട്ടെഴുത്തിൻ്റെ ഒരു പുതിയ രീതികൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അത് സാമൂഹിക രംഗത്ത് അതിനകം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും നാടകത്തിൻ്റെ രൂപത്തിലും പ്രമേയത്തിലും ഒക്കെ വന്ന മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം കുറച്ചും കൂടെ ഗൗരവമായ രീതിയിൽ അല്ലെ ഗൗരവമായ ഗാനങ്ങൾ എഴുതാനായിട്ട് ONV കുറുപ്പ് എന്ന ഗാനരചയിതാവിനെ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അതിനകത്ത് പറയാം, വരിക ഗന്ധർവ ഗായക വീണ്ടും വരിക കാതോർത്തു നിൽക്കുന്ന കാലം എന്നുള്ള ഒരു പാട്ട്. അതുപോലെ തന്നെ വെണ്ണിലാ ചോലയിലെ വെണ്ണക്കൽ പടവിങ്കൽ മൺകുടമേന്തി ഒരു പെണ്ണു വന്നു അങ്ങനെയുള്ള ഒരു എന്താണ് പറയുക, ഭാസുരങ്ങളായ ഭാവഗീതങ്ങളുമായിട്ടാണ് ONVയുടെ നാടക ഗാനചരിത്രം പിന്നെയും മുന്നോട്ട് പോയത്. അപ്പം അതൊക്കെ നമ്മൾ മലയാള ചലച്ചിത്ര ഗാനരംഗത്തേക്ക് വരുന്നതിന് മുമ്പുള്ള ONV സാറിൻ്റെ നാടക ഗാനചരിത്രം എന്ന് പറയുന്നത് തന്നെ ഒരു ഗവേഷണത്തിന് വിധേയമാക്കാവുന്ന അത്ര വലിയ പരന്ന ഒരു വിഷയമാണ്. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ നമ്മുടെ നാടക ഗാനങ്ങളുടെ തുടർച്ച പോലെയാണ് ഈ മലയാള ചലച്ചിത്ര രംഗത്തേക്കും ONVയും ദേവരാജ മാസ്റ്ററും പ്രവേശിക്കുന്നത്. 1955 അവർ ആദ്യത്തെ സിനിമ നമ്മുടെ കാലം മാറുന്നു എന്നുള്ള സിനിമയിൽ അന്ന് പാടുന്നത് KS ജോർജും KP സുലോചനയും, ഗാനരചന ONV, സംഗീതം ദേവരാജൻ, ഗായകർ KS ജോർജ്, KP സുലോചന. KPSC നാടകത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഗായിക എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ പ്രശസ്ത നമ്മുടെ പിന്നണി ഗായകൻ G ശ്രീറാമിന്റെ അമ്മ ലളിത തമ്പി അമ്മ അന്നവിടെ പാട്ട് പാടാൻ നിൽക്കണം. അപ്പം ONV സാർ തന്നെ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഞാനും ദേവരാജനും കൂടെ അന്ന് മെരിലാൻഡിൽ ചെല്ലുമ്പോൾ ഒരു പാവാടയൊക്കെ ഇട്ട് ഒരു കൊച്ചു പെൺകുട്ടി അതിൻ്റെ മൂലയ്ക്ക് നിൽക്കുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ആ കുട്ടിയാണ് പാടുന്നത്. ആ കുട്ടി അന്നത്തെ കുട്ടി ഇന്നത്തെ ലളിത തമ്പി എന്ന് പറഞ്ഞ അമ്മ, ഞങ്ങളെല്ലാം അമ്മ എന്ന് വിളിക്കുന്ന ലളിത തമ്പി മാഡം അവർ പാടിയത് അമ്പിളി മുത്തച്ഛൻ പിച്ച നടത്തുന്ന നക്ഷത്ര കൊച്ചുങ്ങളെ. അപ്പം അത് അവിടെ കുട്ടിക്ക് പാടുന്ന പാട്ടിന് അദ്ദേഹം എഴുതിയിരിക്കുന്ന നക്ഷത്ര കൊച്ചുങ്ങളെ എന്നല്ല, നക്ഷത്ര കുഞ്ഞുങ്ങളെ എന്നല്ല, നക്ഷത്ര കൊച്ചുങ്ങളെ എന്നുള്ളതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അതുപോലുള്ള രചന ശ്രദ്ധയാണ് ഓരോ രചനയിലും നമ്മൾ കൂടി. ഇപ്പൊ അമ്പിളിയമ്മാവയുടെ കാര്യം ഡോക്ടർ ശിവ പറഞ്ഞു, അതിപ്പോ ഏത് കുട്ടിക്കും മനസ്സിലാക്കുന്ന രീതിയിലാണ് ആ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് കാലം മറന്നു കഴിഞ്ഞ് ഒരു 55 കഴിഞ്ഞിട്ട് സാറ് 58 സാറ് കോളേജ് അധ്യാപകനായിട്ട് ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പം അന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റ് പ്രതിഫലം കിട്ടുന്ന മറ്റു ജോലികളിൽ ഏർപ്പെടാൻ പറ്റില്ല എന്ന് നിയമമുള്ളതുകൊണ്ട് ഒരു 55 മുതൽ ഒരു 10 വർഷം 65 വരെ നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളൊന്നും കിട്ടിയില്ല എന്നുള്ളത്. 55 മുതൽ 65 വരെ 10 വർഷം നമുക്ക് ONV സാറിന് എഴുതാൻ പറ്റുന്നില്ല. പിന്നെയാണ് പേര് മാറ്റി ബാലമുരളി എന്നുള്ള പേരിൽ മാറ്റിയിട്ടാണ് 1965 കളിയോടം എന്ന ചിത്രത്തിലൂടെയാണ് വീണ്ടും അദ്ദേഹം ONV ദേവരാജൻ ടീം വരുന്നത്.
65 അത് ബാലമുരളിയാണ്. നമുക്ക് അറിഞ്ഞുകൂടാത്തവർ ഇത് ബാലമുരളി, ഇത് കൊള്ളാമല്ലോ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ന് നമ്മൾ പറയും. പക്ഷെ അന്ന് പേര് മാറ്റി ബാലമുരളി എന്ന് പറഞ്ഞു വന്നു. അത് 66 കരുണ വന്നു. കരുണയിലേക്ക് പാട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്തിനി ചിലങ്കകൾ എന്തിനി കൈവളകൾ എൻ പ്രിയൻ എന്നരികിൽ വരില്ല എങ്കിൽ. ഇത് സുന്ദരമായ ഇതാണ്. നമുക്ക് ഒരു പ്രണയിനി പാടുന്ന വളരെ സിമ്പിളായ കാര്യമാണ്. പക്ഷെ എന്തുമാത്രം ഭാവാർദ്രമായ പ്രണയാർദ്രമായ വരികളാണ് നമ്മൾ ഓർത്ത് നോക്കണം. അപ്പൊ അതിനകത്ത് ദേവരാജൻ മാസ്റ്ററുടെ ഒരു സംഗീതത്തിന്റെ ഒരു ഇതും കൂടെ പറയാൻ നമുക്ക് പോകാൻ പറ്റില്ല. എന്തിനീ ചിലങ്കകൾ എന്ന് ആദ്യം ചോദിച്ചിട്ട് സാറ് രണ്ടാമത് മാസ്റ്റർ വെച്ചിരിക്കുന്ന ആദ്യത്തെ എന്തിനീ ചിലങ്കകൾ എന്തിനീ അതായത് എന്തിനീ എന്നുള്ള നമ്മുടെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഓക്കെ, ഒന്നും വരുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് എന്ന് ചോദിക്കുന്ന രീതിയിലാണ് വളരെ സറ്റിലായിട്ട് സാർ അത് ഒരു സംഗീതം കൊടുത്തിരിക്കും. അപ്പം അവരുടെ ആ അന്നത്തെ മഹാപ്രതിഭകളുടെ ഒരു സംഗമം എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. പിന്നെ വാർത്തിങ്കൽ തോണിയേറി എന്നുള്ള പാട്ടൊക്കെ കരുണയിലുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 69 കുമാരസംഭവം എന്നുള്ള സിനിമ വരുന്നത്. അതിനകത്താണ് ഇപ്പൊ ഈ പൊൽത്തിങ്കൽ കല. ഡോക്ടർ മനോജ് എന്നോട് ചോദിച്ചത് ഇങ്ങനെ ഏതെങ്കിലും കവി ഒരു ഭക്തിഗാനം എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് എവിടെ ഭക്തിഗാനം സാർ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കി ആ കൂടെ ഉള്ളത് പൊൽത്തിങ്കൽ കലയേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മനോജ് സാർ ആദ്യം പറഞ്ഞു വയലാറിനെ കടത്തി വെട്ടിയോ എന്നുള്ള ഒരു സംശയം അവിടെ പറഞ്ഞു. ONV സാറും വയലാറും എഴുതി, പൊൽത്തിങ്കൽ കല ONV സാർ എഴുതി. ഓംകാരം ഓംകാരം എന്നുള്ള പാട്ട്, ഓംകാരം ഓംകാരം ആദിമമന്ത്രം അനശ്വര മന്ത്രം എന്നുള്ള പാട്ടാണ് വയലാർ എഴുതിയത്. അപ്പം സുബ്രഹ്മണ്യ മുതലാളി പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി എന്നാണ് ആദ്യം തീരുമാനിച്ചത്. പക്ഷെ ഈ രണ്ടും കിട്ടിയപ്പോൾ രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ദേവരാജ മാസ്റ്റർ സംഗീതത്തിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ഏത് ഒഴിവാക്കും? അങ്ങനെ അവർ അവസാനം ഒരു കോംപ്രമൈസ് എത്തിയത് നാരദർ 2 പാട്ട് പാടിക്കോട്ടെ എന്നായി. സാധാരണ നാരദർ ഒരു പാട്ടാണ് സിനിമയിൽ പാടുന്നത്. ഇത്തവണ നാരദർക്ക് 2 എണ്ണം കൊടുത്തു. TK ബാലേന്ദ്രനാണ് അഭിനയിക്കുന്നത്. 2 പാട്ട്, ഒന്ന് പൊൽത്തിങ്കൽക്കല ആദ്യം, പിന്നെ വേറൊരു സന്ദർഭത്തിൽ ഓംകാരം കൂടെ ചേർത്തു. അപ്പൊ പാട്ട് ഇത്രയും മനോഹരമാകുമ്പോൾ അത് ഏത് സന്ദർഭത്തിൽ പാടിയാലും കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് ആ പാട്ട് അങ്ങനെയാണ് 2 പാട്ടും അന്ന് വന്നത്. ഇപ്പൊ ONV സാറും വയലാറും ഒരുമിച്ച് പാട്ട് എഴുതിയ കുമാരസംഭവത്തിലാണ്. അതുപോലെ ഒരു സിനിമയിലും കൂടെ ദേവരാജ മാസ്റ്ററുടെ കൂടെ ഇവര് ചേർന്നിട്ടുണ്ട്. നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിൽ വയലാറും ONV സാറും 2 പേരും എഴുതിയിട്ടുണ്ട്. കല്ലോലിനി ഇന്ന് ONV സാർ എഴുതി. മറ്റേ ഒരു മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് വയലാർ എഴുതി. അപ്പൊ അങ്ങനെ 2 പേരും കൂടെ ചേർന്ന് 2 സിനിമകളിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ കുമാരസംഭവം, മറ്റേ അത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സാറ് ഏകദേശം ഒരു 900, ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ 943 പാട്ടുകളാണ് എഴുതിയിരിക്കുന്നത്, ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ അത്രയും ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല. അങ്ങനെ ഒരു ഇതിന് 252 സിനിമകളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാം കൂടെ ഏതാണ്ട് ഒരു 30ഓളം സംഗീത സംവിധായകരാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ദേവരാജൻ മാസ്റ്റർ, MB ശ്രീനിവാസൻ, സലിൽ ചൗധരി, ജോൺസൺ, രവീന്ദ്രൻ, ബോംബെ രവി, ഈ 6 പേരുടെ പാട്ടുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ONV സാറിന്റെ പാട്ടുകളായിട്ട് കേട്ടിരിക്കുന്നത്. പക്ഷെ വേറെ ഉണ്ട്, MK അർജുനുണ്ട്, K രാഘവനുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിൽ തന്നെ ഇത്രയും പേരുടെ പാട്ടുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ MBS 1965 സാറ് വീണ്ടും ബാലമുരളിയായിട്ട് തിരിച്ചു വന്നിട്ട് 66 ആണ് MB ശ്രീനിവാസനുമായിട്ട് ആദ്യമായിട്ട് ചേരുന്നത്. സാറേ അരമണിക്കൂറാകുമ്പോൾ ഒന്ന് തട്ടിയേക്കണം, അപ്പൊ ഞാൻ നിർത്തിയേക്കാം കേട്ടോ. പറഞ്ഞോണ്ടിരുന്ന സമയം അറിയത്തില്ല. അപ്പൊ ആ 66 MB ശ്രീനിവാസനായിട്ട് ആദ്യത്തെ ചിത്രം പുത്രി എന്നൊരു ചിത്രം വരുന്നത്. അപ്പൊ നമുക്കറിയാം ആ MB ശ്രീനിവാസൻ എന്നുള്ള ഒരു സംഗീത സംവിധാനമായിട്ട് ONV സാർ നമുക്ക് തന്നിരിക്കുന്ന ഭാവമധുരമായ എത്ര പാട്ടുകൾ. ഇപ്പം നമ്മുടെ സാറ് ഡോക്ടർ പറഞ്ഞു, നമ്മുടെ ഒരു വട്ടം കൂടി ഞാൻ പറഞ്ഞു. അതുപോലെ മധുര നൊമ്പരങ്ങൾ ഉണർത്തുന്ന പാട്ടുകളാണ് ഇവർ തന്നിരിക്കുന്നത്. നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ മുഗ്ധലജാവതി ലാവണ്യമേ, അതൊരെണ്ണം. പിന്നെ നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞൊരി മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ. എന്തൊരു മനോഹരമായ വരികളാണ്. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഒരു വട്ടം കൂടിയൻ ഡോക്ടർ പറഞ്ഞു, ശരിയാണ്, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന എന്ന് പാടാത്ത ഒരു മനുഷ്യനുണ്ടാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണ് ആ പാട്ട് എഴുതിയത്, ഒരു വട്ടം കൂടിയൻ. അപ്പൊ ആ ഒരു രീതിയിലാണ് MB ശ്രീനിവാസനുമായിട്ടുള്ള പാട്ടുകൾ പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്. ഇപ്പം ചമ്പക പുഷ്പ സുവാസിതയാമം, അത് അങ്ങനെ ഒരുപാട് പാട്ടുകളാണ് MBS-ഉമായിട്ട് ചെയ്യുന്നത്. അതെല്ലാം ഹിറ്റ് പാട്ടുകളാണ്. അതുപോലെ തന്നെയാണ് പിന്നെ 60 അത് കഴിഞ്ഞിട്ട് 72 സാറ് ONV കുറുപ്പ് എന്നുള്ള പേരിൽ വീണ്ടും എഴുതാൻ തോന്നുന്നു. 72
ONV അത് സിനിമ ശ്രീ ഗുരുവായൂരപ്പൻ എന്നുള്ള സിനിമയാണ്. സാർ ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റിപ്പോയി. സാറ് ഞാൻ ചോദിച്ചപ്പോൾ കുമാരസ്വാമി മാത്രമേ ഉള്ളൂ എന്നൊരു സംശയം പറഞ്ഞു. പക്ഷേ ശ്രീ ഗുരുവായൂരപ്പൻ എന്ന 72ാമത് ONV കുറുപ്പ് രചന എന്ന് എഴുതി തുടങ്ങിയ ആദ്യത്തെ സിനിമയിൽ 16 പാട്ടുകളാണ് സാർ. 16 പാട്ടുകൾ. മറ്റേ നിർമ്മല എന്നൊക്കെ പറഞ്ഞ ആദ്യത്തെ പാട്ട് 23 പാട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് 5-6 വരി ഒക്കെ ആയിട്ട്. പക്ഷെ ഇത് 16 വരികൾ, 16 പാട്ടുകൾ, എല്ലാം നല്ല കാമ്പുള്ള പാട്ടുകളാണ്. അതായത് നമ്മളിപ്പം ഇന്ദീവരദല നയന കൃഷ്ണ ഇന്ദ്രനീലമണി വർണ്ണ, അതാണ്. പിന്നെ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചാൽ മണ്ണിൻ ദുഃഖങ്ങൾ പങ്കുവെച്ചാൽ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഒരുപാട് പാട്ടുകളാണ് അതിനകത്തുള്ളത്. എന്തുമാത്രം അത് ഒരു സിനിമയിൽ 16 ഗുരുവായൂരപ്പനെ പറ്റി 16 പാട്ട് ഒരുമിച്ച് എഴുതുക എന്നുള്ളതാണ്. അതൊക്കെ അത്ഭുതപ്പെട്ട് ഇരിക്കാനേ നമുക്ക് കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഭക്തിഗാനങ്ങൾ ഞാൻ കുറച്ച് പറയുകയല്ല, എങ്കിൽ തന്നെയും ഒരു ദേവിയെ പറ്റി പറയണ, ഇന്നടത്ത് വാഴുന്ന ദേവി, അവിടെ ഞങ്ങൾക്ക് അഭയം തരൂ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോൾ പാട്ടുകൾ വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ ശ്രീ ഗുരുവായൂരപ്പൻ എന്നുള്ള 16 പാട്ടും 16 രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഓരോ സന്ദർഭങ്ങൾക്കും അത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ് 16 പാട്ടും ചെയ്തിരിക്കുന്നത്. അത് 72ലാണ്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ ഓരോ വർഷവും ഓരോരോ സംവിധായകർ വന്നു എന്നുള്ളതാണ്. അപ്പൊ 72 ഇത് കഴിഞ്ഞാൽ 73ലാണ് സലിൽ ചൗധരിയുമായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല ഒരു സംഗമം അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടുണ്ടാകുന്നത്. 73 സ്വപ്നം എന്നുള്ള ചിത്രത്തിൽ. അതിലെ പാട്ടുകളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട, നീ വരൂ കാവ്യ ദേവത, അങ്ങനെ ഒരുപാട്. പിന്നെ അവരുടെ മറ്റു പാട്ടുകൾ നോക്കുകയാണെങ്കിൽ എത്ര പാട്ട്. ശ്യാമമേഘമേ നീയൻ പ്രേമ ദൂതുമായി ദൂരെ പോയി വരും, അത്. പിന്നെ ശ്രാവണം വന്നു നിന്നെ തേടി, അങ്ങനെ ഒരെണ്ണം. പിന്നെ ആതിരപ്പൂവണിയാൻ ആത്മസഖി എന്തേ വന്നു. പിന്നെ മാടപ്രാവേ, മദനോത്സവത്തിലെ മാടപ്രാവേ ഒക്കെ പറയാം. പക്ഷെ അതിനകത്ത് ഈ മാടപ്രാവേ മദനോത്സവത്തിന്റെ ഒരു കാര്യം ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരുമ്പോൾ, മദനോത്സവത്തില് എല്ലാം പ്രേമപ്പാട്ടുകളാണ്. പ്രണയഗാനങ്ങളുണ്ട് 3 എണ്ണം. ആ 3 ഗാന സമയത്തൊന്നും 3 പ്രണയഗാനങ്ങൾ, ശക്തമായ നല്ല പ്രണയഗാനങ്ങൾ കഴിഞ്ഞപ്പോൾ 3 അതേപോലെ ഏറ്റവും ഭാവസുന്ദരങ്ങളായ വിരഹഗാനങ്ങൾ അതിനകത്തുണ്ട്. ശോകഗാനങ്ങൾ എന്ന് പറയാം, വിരഹമല്ല, ശോകഗാനങ്ങളാണ്. അത് ഏറ്റവും മലയാളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഇതാണ്. സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നീതാ, അതുണ്ട്. പിന്നെ നീ മായും നിലാവോ എൻ ജീവന്റെ കണ്ണീരോ, അതുപോലെ തന്നെ സന്ധ്യേ കണ്ണീരിതന്റെ സന്ധ്യേ. ഇപ്പം ഒരു സിനിമയിലാണ് ഈ 6 പാട്ട് വന്നതിലും മേലെ പൂമല, മാടപ്രാവേ, ഈ പാട്ടുകളൊക്കെ വന്നിട്ടാണ് ഇന്റർവെല്ലിന് ശേഷം കഥാഗതി മാറുമ്പോൾ 3 പാട്ടുകൾ, ഏറ്റവും മനോഹരമായ 3 പാട്ടുകളാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അത് സലിൽ ചൗധരിയുടെ ഏറ്റവും അവസാനത്തെ ഗാനവും ഒരു നിയോഗം പോലെ ONV സാറിന്റെ ആയിരുന്നു. തുമ്പോളി കടപ്പുറം എന്നുള്ള ചിത്രത്തിലാണ്. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, അത് ONV സാറിന്റെ വരികൾക്ക് സലിൽ ചൗധരി സംഗീതം നൽകിയതാണ്. അത് ഏറ്റവും അവസാനമായി ചെയ്ത മലയാള ചിത്രമാണ് തുമ്പോളി കടപ്പുറം. അതിനകത്തും ചെയ്തത്, അതിനകത്തുള്ള വരികളും ONV സാറിന്റെ ആയിരുന്നു എന്നുള്ളത് ഒരു നിയോഗം പോലെ, ഒരു നിമിത്തം പോലെ അതങ്ങനെ വന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വപ്നം 73 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ മെയിനായിട്ട് വരുന്ന കെ രാഘവനുമായിട്ട് സാറ് 2 സിനിമയിലേ ചെയ്തിട്ടുള്ളൂ, ONV സാറ് ചെയ്തിട്ടുള്ളൂ. 1977ലാണ് രാഘവ മാസ്റ്ററായിട്ട് വരുന്നത്. ആ 2 സിനിമയിൽ ഒന്ന് നമുക്കറിയാം, മലയാളത്തിലെ തന്നെ ഏറ്റവും സുന്ദര ഒരു വിരഹഗാനം തന്നെയാണ്. ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ, അത്. അപ്പൊ അത് കെ രാഘവനോട് ചെന്ന് ഏറ്റവും നല്ലൊരു അത്. പക്ഷെ ആ ശ്യാമസുന്ദര പുഷ്പത്തിന്റെ നിഴലിൽ മങ്ങിപ്പോയ വേറൊരു നല്ല പാട്ടുണ്ട് അതിനകത്ത്. പക്ഷെ അത് നമ്മൾ അധികം ആരും കേട്ടില്ല. ഋതുരാജരഥത്തിൽ സഖീനി വരുവാൻ വൈകുവതെന്തേ. ഇപ്പൊ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള ആരും അത് കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ പോയി ആ പാട്ടൊന്ന് കേട്ട് നോക്കണം. ഋതുരാജരഥത്തിൽ സഖി നീ വരുവാൻ വൈകുവതെന്തേ. ഇത് സുന്ദരമായ പാട്ടാണ്. പക്ഷെ ആ ശ്യാമസുന്ദര പുഷ്പമേ എന്നുള്ള
വൃക്ഷത്തിന്റെ തണലിലായി പോയി ഈ പാട്ട്. അതുകൊണ്ട് കേൾക്കാൻ പറ്റും. അതിനകത്തുള്ള പാട്ട് അതൊന്ന് കേട്ടു നോക്കണം. അതുപോലെ തന്നെയാണ് എൻ്റെ നീലാകാശം എന്നുള്ള സിനിമയിലും വളരെ മനോഹരമായ പാട്ടുകൾ ഇവർ രണ്ട് സിനിമ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്തിനധികം എന്ന് പറയുന്ന പോലെ ഈ രണ്ട് പാട്ടിലും അങ്ങനെയാണ്. അകലെ ആകാശ പനിനീർപ്പൂന്തോപ്പിൽ അലസനേത്രയാം ശശിലേഖ. എന്ത് വളരെ അത് രാത്രി സുകുമാരൻ ഇരുന്ന് പാടുന്ന ഒരു രംഗമാണ്. അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത് രാത്രി നമ്മളിരുന്ന് കേട്ടാൽ തന്നെ ഒരു ഭയങ്കര ഒരു സുഖമുള്ള അനുഭൂതിയാണ് ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. കെ രാഘവനും അങ്ങനെ വന്നു. അതുപോലെ തന്നെ പിന്നെ ഇളയരാജ വന്നു. 1980 ഇളയരാജ വന്നു ദൂരമരികെ എന്ന ചിത്രത്തിൽ. അതിനകത്തും ഈ പറഞ്ഞ പോലെ മാ കിടാവേ നിന്നെഞ്ചും മുറമ്പേറ്റു മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ ജയചന്ദ്രന്റെ അതിസുന്ദരമായ ഒരു ഭാവഗീതമാണ് അതിനകത്ത് ഇളയരാജ. പിന്നെ ഇളയരാജയായിട്ട് പിന്നെ ഓളങ്ങൾ വന്നു. പിന്നെ അവസാനം പഴശ്ശിരാജ വരെ ONV സാറുമായിട്ട് ഇളയരാജ ഏറ്റവും നല്ല എല്ലാം നല്ല പാട്ടുകളാണ്. അവരൊക്കെ തരുന്ന എല്ലാം നല്ല പാട്ട്, നല്ല വരികൾ കൊടുക്കുമ്പോൾ നല്ല പാട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ സലിൽ ചൗധരിയൊക്കെ വരികൾ സംഗീതം ട്യൂൺ കൊടുത്ത് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അപ്പം പക്ഷെ ആ ഒരൊറ്റ പാട്ടിൽ പോലും ഒരക്ഷരം നമുക്ക് മാറി നിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. കാരണം ശ്രാവണം വന്നു നിന്നെ തേടി താരാ താരാ എന്ന് പറയുമ്പോൾ ശ്രാവണം വന്നു എന്ന് എഴുതി കൊടുക്കുകയാണ്. കാരണം അത്രമാത്രം ഒരു ഇതാണ് ആ ഒരു സന്ദർഭത്തിനൊത്ത് പാട്ട് എഴുതി. ഒരു ലൈൻ പോലും കൂടി നിൽക്കാതെയാണ് ഇവരൊക്കെ പാട്ട് എഴുതിക്കൊണ്ടിരുന്നതുള്ളതാണ്. പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ ഒരു വലിയ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ജോൺസൺ ആയിട്ടായിരുന്നു. അത് 82 രവീന്ദ്ര മാസ്റ്റർ മുമ്പ് തന്നെ 82 ജോൺസൺ വരുന്നത്. ജോൺസൺ ആദ്യം കിലികിലിക്കം എന്ന് പറഞ്ഞൊരു ബാലേന്ദ്ര മേനോന്റെ ചിത്രത്തിലാണ് അവർ ഒരുമിക്കുന്നത്. പിന്നെ അവരുടെ ഒരു എന്താ പറയുന്ന ഒരു പടയോട്ടം, തേരോട്ടം തന്നെയായിരുന്നു. ഇഷ്ടം പോലെ ഓളം ആടിവാകര് പവിഴം പോൽ പവിഴാധരം പോൽ അത് ഇനിയൊന്നു പാടു ഹൃദയമേ, അങ്ങനെ ഒരു പാട്ട്. മെല്ലെ മെല്ലെ മുഖപടം തല്ലുയർത്തി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സുഗമോ ദേവി വഴി 86 രവീന്ദ്ര മാസ്റ്ററുമായിട്ട് ചേർന്നത്. അവരും ഒരുപാട് നല്ല പാട്ട്, എന്താണ് ശ്രീലതിക, അങ്ങനെ ഒരുപാട് പാട്ടുകൾ അത് ചെയ്ത് നമുക്ക് എല്ലാം പാടാനുള്ള സമയമില്ല. അതുപോലെ തന്നെയാണ് 86 ബോംബെ രവി വരുന്നത് നക്ഷത്രങ്ങളിലൂടെ. അതുവരെ അവരുടെ പാട്ടുകൾ നമുക്ക് എല്ലാം അറിയാം. മഞ്ഞൾ പ്രസാദ്, ആരെയും ഭാവഗായകനും ഒരുപാട് പാട്ട്, ആരണ്യകത്തിലെ പാട്ട് ഡോക്ടർ ഷീബ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളായിട്ട് ബോംബെ രവി. അപ്പൊ അങ്ങനെ കുറെ ഇത് കിട്ടുന്നതും. അതിനിടയ്ക്ക് വന്ന ഒരു കാര്യം 1978 നക്ഷത്രങ്ങളെ കാവൽ എന്നൊരു സിനിമയ്ക്ക് ശേഷം ദേവരാജൻ മാസ്റ്ററും ONV സാറുമായിട്ട് ഒരു 9 വർഷത്തോളം ഒരു ചിത്രവും ചെയ്തില്ല. രണ്ടുപേരും നമുക്കറിയാം അല്പം മുൻകോപികളും ഒക്കെയാണ്. എന്തോ സൗന്ദര്യപ്പണക്കത്തിന്റെ പേരിൽ രണ്ടുപേരും അകന്നിട്ട് 78 വന്ന സിനിമ, 78 വന്ന ഒരു സിനിമ, അത് പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. 78 സിനിമയാണത്. 78 അത് കഴിഞ്ഞിട്ട് നക്ഷത്രങ്ങളെ കാവൽ അതിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് അവർ ചെയ്തിട്ടില്ല. 9 വർഷം നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ നഷ്ടപ്പെട്ടു. വേറെ പാട്ടുകൾ നമുക്ക് കിട്ടിയെങ്കിൽ പോലും. അത് കഴിഞ്ഞിട്ട് 9 വർഷം കഴിഞ്ഞ് 1987 JC എന്നൊരു സംവിധായകനാണ് ഒരു വളരെ പ്രയാസപ്പെട്ടെന്ന് പറയില്ല, അവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ രണ്ടുപേരും തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഒരു വാക്ക് കേൾക്കാനിരുന്നതാണ്. അങ്ങനെ കൊണ്ടുവന്ന ചിത്രമാണ് നീ എത്ര ധന്യം. ഏകദേശം ഇവരുടെ രണ്ടുപേരുടെ അവസാന കാലഘട്ടമായി. സാറും ദേവരാജ മാസ്റ്ററുടെയും ONV സാറിന്റെ ഒക്കെ അവസാന കാലഘട്ടം. അപ്പോൾ പോച്ചൽ ഖാദർ അവരങ്ങനെ കൈതപ്പുറം അങ്ങനെ ഒരു അടുത്ത സെറ്റ് വന്നു കഴിഞ്ഞു. അപ്പം ആ വന്നതിലാണ് 1987 നീ എത്ര ധന്യയിൽ വന്നത്. നീ എത്ര ധന്യ അത് തന്നെ. ഇപ്പം അതും ഡോക്ടർ ഷീബ പറഞ്ഞുവിടെ. ആ വരികൾ ഒരിക്കലെങ്കിലും മൂളിയോ പറഞ്ഞോ നോക്കാത്തൊരു മലയാളി ഉണ്ടാവില്ല. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നും ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി എന്നുള്ള വരി പാടാത്ത ആരും കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. പക്ഷെ അതെല്ലാം നമുക്ക് മാറ്റാം. ഇപ്പൊ നമ്മൾ സാറ് ചോദിച്ച ഒരു പോയിന്റിലേക്ക് തന്നെ ഭക്തിഗാനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് വളരെ കുറവായിരുന്നു. സാർ ഏറ്റവും കൂടുതൽ എഴുതിയിരുന്നത് പ്രണയഗാനങ്ങൾ തന്നെയായിരുന്നു. വയലാറും അതുപോലെ തന്നെയായിരുന്നു. ഏകദേശം 90% വയലാറും പ്രണയഗാനങ്ങളായിരുന്നു. ONV സാറും പ്രണയഗാനങ്ങളായിരുന്നു. രണ്ടും കൂടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ, അതായത് സാറ് എഴുതിയിരുന്നത്, ONV സാർ എഴുതിയിരുന്ന ഒരു വിപ്രലംഭ ശൃംഗാര എന്ന് പറഞ്ഞ ഒരു എന്താണ് അകലെ നിന്നുള്ള പ്രണയമാണ്. ഒരു അടുത്തുള്ള പ്രണയമല്ല, തൊട്ടുള്ള പ്രണയമല്ല സാർ എഴുതിയിരുന്നത്. അപ്പൊ അതിനൊരു തമാശ കലർന്ന വിശദീകരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം സാറ് കോളേജ് അധ്യാപകനായിരുന്നല്ലോ. അപ്പം സാർ എഴുതുന്ന പാട്ടുകൾ തീർച്ചയായിട്ടും കോളേജ് അദ്ദേഹത്തിന്റെ കുട്ടികൾ, വിദ്യാർത്ഥികൾ കേൾക്കും. അപ്പോൾ ഒരു വയലാർ എഴുതുന്ന പോലെ ഒരു സംഭോഗ ശൃംഗാര ഗാനങ്ങൾ, അതായത് തങ്കഭസ്മ കുറിയിട്ട, അല്ലെങ്കിൽ സുമംഗലി നീ ഓർമ്മിക്കുമോ, അല്ലെങ്കിൽ നിന്നെല്ലാം എനിക്കിതൊരു വല്ലക്കല്ല് കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ഒരു തീവ്ര പ്രണയഗാനങ്ങൾ അദ്ദേഹം അധികം എഴുതിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ശരി. പ്രണയഗാനങ്ങളാണ് എല്ലാം
വല്ല ആർദ്രമായ, ഇപ്പം അതും ഷീബ ഡോക്ടർ പറഞ്ഞ ഒരു പാട്ടാണ്. അതാണ്. അപ്പം അത് എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഷീബ ഡോക്ടർ പറഞ്ഞതാണ് ഞാനും പറയുന്നത്. കാരണം തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ, തരള കപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രണയമാണ്. അടുത്ത് നിന്നാൽ പോലും ഒരു തഴുകാൻ പോലും ചെയ്യാതെ നിന്നു. ചൈത്രം ചായം ചാലിച്ചു, എങ്ങുന്നീ നീ കുളിർ നെറ്റിയിൽ ചന്ദനത്തിൻ നിറം വാർന്നു, ഈ കവിളത്ത് കുങ്കുമത്തിൻ നിറം വാർന്നു എന്നൊക്കെയാണ് പ്രണയനിയോട് ചോദിക്കുന്നത്. അങ്ങനെയാണ് ചോദിക്കുന്നത്. അത്രമാത്രം സമ്പന്നമായ ഒരു സംസ്കാരം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രണയഗാനങ്ങളിൽ. മിഴികളിൽ നിറകതിരായി പ്രേമം, മൊഴികളിൽ സംഗീതമായി എന്നൊക്കെ പറയുന്നത് ഒരു മൃദുകര സ്പർശനം പോലും മധുരമൊരനുഭൂതിയായി. ശരിയല്ല, ഒരു മൃദുകരസ്പർശനം മധുരമായ ഒരു അനുഭൂതിയാവുന്ന രീതിയിലുള്ളൊരു പ്രണയബന്ധത്തിന്റെ കവിതകളാണ് സാറ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പം ഈ മലയാളികൾ ഇന്നും ചുണ്ടത്തേറ്റി നടക്കുന്നതും ഇനിയും എന്നും ചുണ്ടത്തേറ്റി അല്ലെങ്കിൽ പാടി നടക്കാവുന്നതുമായ ഒരു ഗാനങ്ങളുടെ ശേഖരം തന്നെ, കവിതകളുടെയും നാടക ഗാനങ്ങളുടെയും ചലച്ചിത്ര ഗാനങ്ങളുടെയും ഒക്കെ ശേഖരം തന്നെ നമുക്ക് സമ്മാനിച്ചിട്ട് പോയ ഒരു കവിയാണ്, ഗാനരചയിതാവാണ് ONV സാർ. അപ്പൊ അതിന് ദേവരാജൻ മാസ്റ്ററെ പോലെയും ജോൺസൺ മാസ്റ്ററെ പോലെയും ബാക്കി എല്ലാ സംഗീത സംവിധായകരെ പോലെയും രാഘവ, സലിൽ ചൗധരി, MB ശ്രീനിവാസൻ, എല്ലാവരും കൂടെ അവരുടെ ഒരു അമൂല്യ ശേഖരമാണ് അവർ നമ്മുടെ തലമുറയ്ക്ക് വിട്ടിട്ട് പോയിരിക്കുന്നത്. അപ്പൊ ഇത്തരം അനുസ്മരണങ്ങളിലൂടെ നമ്മളെ വരുന്ന തലമുറയ്ക്ക്, അല്ലെ പുതിയ തലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ പറഞ്ഞ പല പാട്ടുകളും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ ചെറുപ്പക്കാർ ചിലപ്പോൾ കേട്ട് കാണില്ല. അവർ അത് കേൾക്കാൻ ശ്രമിച്ചാൽ ഒരു നല്ല ഗാനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു വിപ്ലവം തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള അനുസ്മരണങ്ങൾ കൂടി നടത്തുന്നത് നമുക്ക് പറയാൻ കഴിയും. കാരണം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പുതിയ തലമുറയെ അറിയിച്ചു കൊടുക്കാൻ ഇത്തരം ഇത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗാനങ്ങളും നാടകഗാനങ്ങളാണെങ്കിലും ചലച്ചിത്ര ഗാനങ്ങളാണെങ്കിലും മലയാള നാടക ചലച്ചിത്ര ഗാനങ്ങളുടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചവർ എന്നുള്ള രീതിയിലാണ് ONV സാറും നമ്മുടെ ദേവരാം മാസ്റ്ററും P ഭാസ്കരൻ മാസ്റ്ററും രാഘവ മാസ്റ്ററും എല്ലാം അറിയപ്പെടുന്നത്. ഇവർ 4 പേരുമാണ് ശരിക്കും പറഞ്ഞാൽ മലയാള നാടക ചലച്ചിത്ര ഗാനങ്ങളുടെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച് അവരുടെ അനുകരണത്തിന്റെ ഇതിൽ നിന്ന് മാറ്റി നാടൻ ശൈലികളും നാടൻ ഈണങ്ങളുമായിട്ട് മലയാളികളുടെ ഗാനങ്ങളുമായിട്ട് വന്നത് ഇവരാണ്. 54 നീലക്കുയിൽ വരുന്നത്, 52 KPSC വരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിട്ട് നടത്തിയ ഒരു ജൈത്രയാത്രയാണ് മലയാളത്തിന്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ ചരിത്രം ഒക്കെ തന്നെ മാറ്റിമറിച്ചത് നമുക്കറിയാം. കമ്മ്യൂണിസ്റ്റ് ആക്കിയാലും നീലക്കുയിലായാലും അങ്ങനെ എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതിനെന്നും ഒരു സുവർണ അധ്യായമായി അവസാനിക്കുന്ന ഒരു ശേഖരം, ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ശേഖരം നമുക്ക് തന്നിട്ടാണ് ONV സാറ് നമ്മുടെ ഇന്ന് വിട്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ ചില മരണങ്ങൾ ഇങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ചില മരണങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ചരിത്രവും അല്ലെങ്കിൽ കാലവും ഒക്കെ എത്ര പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് 10 വർഷം ആണ് ഇപ്പൊ കഴിഞ്ഞത്. 10 വർഷം ആകുമ്പോഴും നമ്മൾ അദ്ദേഹത്തിന്റെ ഗാനങ്ങളെ വളരെ വിരഹാതുരത്തോടെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ വയലാറിന്റെ 50 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ ഓർമ്മിച്ചു. എത്രയോ അനുസ്മരണങ്ങൾ നടക്കുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മരണങ്ങളാണ്. കാരണം അവരുടെ ഗാനങ്ങൾ, അവരുടെ അക്ഷരങ്ങൾ, അവരുടെ ആശയങ്ങൾ അത്രമാത്രം നമ്മളെ ജനഹൃദയങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ആ മഹാപ്രതിഭയുടെ മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എന്നെ വീണ്ടും ഇതാണ് ഒരു പ്രഭാഷണം നടത്താനായിട്ട് വിളിച്ചതും ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിനും വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. എന്തായാലും സംക്ഷേപിച്ചരുൾ ചെയ്യുന്നത് ഏതുമേ മതിയല്ല എന്നേ പറയാൻ കഴിയും. പക്ഷേ എന്ത് ചെയ്യാം, സമയതീരത്തിൽ നമ്മളെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അത് സത്യമാണ്. അപ്പോൾ പറഞ്ഞ പോലെ ചവറ വേലുക്കുറുപ്പിൽ നിന്നും ബാലമുരളിയിലേക്കും പിന്നെ ONV കുറുപ്പിലേക്കുമുള്ള പരിവർത്തനം വളരെ മനോഹരമായിട്ട് വരച്ച് കാണിക്കുകയുണ്ടായി. ഈ പറഞ്ഞ പോലെ ദുഃഖഗാനങ്ങളിൽ ഏറ്റവും എനിക്ക് ശോകത്തെ കുത്തിനിറച്ച ഒരു പാട്ടാണ് ഈ പറഞ്ഞ ഓർമ്മകളെ കൈവള ചാർത്തി എന്നുള്ള പാട്ട്. അതൊരു അപകടമാണ്. ഒരു അല്പം അരവട്ടനും മുഴുവട്ടനാക്കുന്ന ഒരു വിഷാദ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന ഒരു ഉജ്ജ്വലമായ പാട്ട്. പറയാൻ നിവർത്തിയില്ല. ഇവരെല്ലാം പ്രതിഭകളാണ്. നമുക്ക് ഭാഗ്യമുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ട് അങ്ങേപ്പോലെ പ്രതിഭയെ ഇവിടെ കാണാനും അതുപോലെ ഷീബ രജികുമാറിന്റെ പ്രതിഭയുടെ മിന്നലാട്ടം അറിയാനും കാരണമാണ്. അതാണ് എനിക്കും ഒരു സന്തോഷം.
ഞാനിത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എനിക്കറിയാം ഇവരെ ഓരോരുത്തരുടെ പൊട്ടൻഷ്യൽ നന്നായിട്ട് അറിയാം. നേരത്തെ പറഞ്ഞ പോലെ എന്റെ മുമ്പിൽ കുട്ടികളായിരുന്നവരാണ്, എനിക്കറിയാം അവരെ. ഇവരെ ഓരോ ചലനങ്ങളും എനിക്ക് ഹൃദയസ്ഥമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചുമതല അവരെ ഏൽപ്പിച്ചത്. എന്തായാലും വളരെ നന്നായി നിർവഹിച്ചു. നമുക്ക് എബ്രഹാം വൈദ്യൻ ഡോക്ടറിലേക്ക് പോകാം. എബ്രഹാം വൈദ്യൻ ഡോക്ടർ പ്രത്യേകം പറയുകയുണ്ടായി, നിർത്തിക്കളയല്ലേ എന്ന് പറഞ്ഞിരിക്കണം. പക്ഷെ എന്ത് ചെയ്യാം? ഡോക്ടർ എബ്രഹാം വൈദ്യൻ സംസാരിക്കാമോ? പേരിന്റെ കൂടെ തന്നെ ഉണ്ട്. ഡോക്ടർ എബ്രഹാം വൈദ്യൻ അൺമ്യൂട്ട് ചെയ്യാമോ? ആ ഹലോ. സംസാരിക്കും. ഞാന് ഇന്ന് കേരളവും സംശയിക്കുകയായിരുന്നു. പക്ഷേ ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് ഈ മോഡറേറ്ററിന്റെ ഈ വാളെടുത്ത് ഡോക്ടർ സമയം പറയുമ്പോഴത്തേക്ക് നിർത്തിക്കളയുമോ എന്ന് പേടിയായിരുന്നു. എന്തായാലും ഇത്രയും സമയം കൊടുത്ത് വളരെ സന്തോഷമായി. രണ്ട് പ്രതിഭകളെ ഇന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒന്ന് എനിക്ക് അറിയാമായിരുന്നു ഷീബ ഇതുപോലൊരു പ്രതിഭയാണെന്ന് അറിയിക്കണമായിരുന്നു. അതുപോലെ ഈ നമ്മുടെ കവിയായ ബിജു സാറിനെയും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാലും നമ്മളെ എല്ലാവരും അനുഗ്രഹിച്ച ഒരു ദിവസമായിരുന്നു ഇത്. ONV സാറിന്റെ ഓർമ്മകൾക്ക് എല്ലാ ഇതും കൊടുത്തുകൊണ്ട് ഓക്കെ നിർത്തുന്നു. ഏതോ കവി പറഞ്ഞ 2 നക്ഷത്രങ്ങൾ കണ്ടുമുട്ടിയ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, ചന്ദ്രോദയം. ശ്രീകുമാരൻ തമ്പി. നമ്മൾ അദ്ദേഹത്തിന്റെ പേര് പറയാൻ വിട്ടുപോയി. ഇത് പറഞ്ഞ പോലെ പലരും ശ്രീകുമാരൻ തമ്പി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ടെടുത്ത് പലരും വയലാറിന്റെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പാട്ട് അങ്ങനെ പാട്ടുണ്ട്. ഒരിക്കലും അതെ, ഈ താരാഭാഗത്ത് നയിക്കും ഈ താളം, സത്യമായ തുടിപ്പു പരമാണുവിലും ആര് വലിയവന് അപാരം. ചന്ദ്രബിംബം നെഞ്ചിലേറ്റ് എന്നുള്ള വയലാറിന്റേതാണ് അടുത്ത കാലത്ത് വരെ പലരും. ഞാൻ തന്നെ വിചാരിച്ചത് അങ്ങനെയാണ്, പിന്നെ ശേഷമാണ് മനസ്സിലാവുന്നത്. അത്രയും നല്ല പാട്ടുകളായിരുന്നു. അപ്പം ആ കാളിദാസസ്യ എന്ന് പറയുന്ന ഒരുപക്ഷെ ശ്രീകുമാരൻ തമ്പിയെ കൂടി അക്കാലത്ത് ഉൾപ്പെടുത്താൻ നമ്മൾ എന്തായാലും ഭാഗ്യമുണ്ട്. ഇത്രയധികം പാട്ടുകളും പാട്ടുകാരും കൊണ്ട് പിന്നെ കേൾക്കാൻ നമുക്ക് ഇത്രയും പേരെ കിട്ടിയെന്നുള്ള വളരെ സന്തോഷമാണ്. എന്തായാലും ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അടുത്തൊരു തികഞ്ഞ കലാകാരി കൂടിയ ഡോക്ടർ ഹേമ ശേഖറിനെ നന്ദി പറയാൻ ക്ഷണിക്കുക. ഡോക്ടർ ഹേമ. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും നേരത്തെ എബ്രഹാം സാർ പറഞ്ഞതുപോലെ വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മണിക്കൂറാണ് കടന്നുപോയത്. കവിതകളും ഗാനങ്ങളും നാടക ഗാനങ്ങളും ഒക്കെ ആയിട്ട് ഒരു മണിക്കൂർ മനസ്സ് വളരെ പ്ലസന്റ് ആയിട്ടിരുന്ന ഒരു മണിക്കൂറായിരുന്നു. ഒരുപാട് കവിതകളെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ONV കുറുപ്പിന്റെ സാറിന്റെ ഏറ്റവും അധികം പ്രചരിച്ച് കണ്ട ഒരു സ്റ്റാറ്റസ് ആയിട്ടും ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ടിട്ടുള്ള ഒരു സെന്റൻസ് എന്ന് വെച്ചാൽ ഐ മിസ് യു എന്നുള്ള ഇംഗ്ലീഷ് വേർഡിന് ഏറ്റവും മനോഹരമായിട്ടുള്ള മലയാളം പറഞ്ഞത് ONV കുറുപ്പ് സാർ എന്നുള്ളതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരു മാത്രം വെറുതെ നനച്ചുപോയി. അത് കേൾക്കുമ്പോൾ തന്നെ ഷീബ മാഡം പറഞ്ഞതുപോലെ ഒരു വളരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതൊരു നൊമ്പരമായിട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു വാക്ക് തന്നെയാണ്. അതുപോലെ ഇന്നിവിടെ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ ഷീബ റജികുമാറിന് IFPHന്റെ എല്ലാവിധ നന്ദി അറിയിക്കുന്നു. ഷീബ റജികുമാർ ശരിക്കും മാഡം ഏത് വിഷയത്തെക്കുറിച്ചും അസാമാന്യ വാക്ചാതുര്യമുള്ള ഒരാളാണ്. എങ്ങനെയാണ് ഇങ്ങനെ നിർത്താതെ സംസാരിക്കുന്നതെന്ന് നമ്മൾ തന്നെ ശരിക്കും വിചാരിച്ചു പോകും. മാഡത്തിന് എല്ലാവിധ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഗാനങ്ങളും വൈകാരികമായിട്ടുള്ള ഒരു തലത്തിലൂടെ ONV കുറുപ്പ് സാറിനെ അനുസ്മരിക്കുകയും നാടകഗാനങ്ങളും ചലച്ചിത്ര ഗാനങ്ങളും കവിതകളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ONV അനുസ്മരണം തന്ന ശ്രീ ബിജു പെരുമ്പുഴ സാറിനും IFPHന്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ പരിപാടിയുടെ മോഡറേറ്റർ ഡോക്ടർ മനോജ് സാറ് മലയാളത്തിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. ഈ പറയുന്ന പോലെ ഷീബ റജികുമാർ മേഡത്തെ കുറിച്ച് പറയുന്ന പോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ് മനോജ് സാറ്. സാറിനും എല്ലാവിധ നന്ദി അറിയിക്കുന്നു. പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലു രാജൻ, IFPHന്റെ സ്ഥിരം സഹയാത്രികരിൽ ഒരാളാണ്. ശ്രീ ഷാലു രാജനും എല്ലാവരും നന്ദി അറിയിപ്പിക്കുന്നു. അതോടൊപ്പം ഇനി പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന ഹോമിയോപ്പതി സ്നേഹികളായ എല്ലാവർക്കും, ഡോക്ടർമാർക്കും, അനുസ്മരിച്ച ഡോക്ടർ എബ്രഹാം വൈദ്യൻ സാറിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ ONV കുറുപ്പിന്റെ ഈ കാലഘട്ടത്തില് വളരെ പ്രാധാന്യമുള്ളൊരു ചെറിയ 2 വരികളൂടെ ചൊല്ലിക്കൊണ്ട് നിർത്തുന്നു. വേദനിപ്പിക്കലും വേണമേ സ്നേഹബന്ധങ്ങൾ ഒഴിയിൽ. സ്നേഹബന്ധങ്ങളുടെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഈ 2 വാക്കുകൾ
ഒന്നുകൂടെ ഊന്നിക്കൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എന്തായാലും നമുക്ക് ഈ പ്രോഗ്രാം സംസാരിക്കാൻ വേണ്ടി ബിജു പെരുമ്പഴ സാർ, പെരുമ്പഴ ശ്രീ ഗോപാലൻ സാറിന്റെ മകനാണ്. അദ്ദേഹം ONV ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. അതുപോലെ ഈ മോഡറേറ്റർ എൻ്റെ അച്ഛനും ONV ഗുരുവായിട്ട് ബന്ധമുണ്ടായിരുന്നു. അച്ഛൻ്റെ പുസ്തകത്തിന് ONV ഒരു അവതാരം എഴുതിയിട്ടുണ്ട്. 1950കളിലാണ് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഗൗരീശോടെ ശങ്കരൻ നായർ എന്ന സാറോടൊപ്പം എൻ്റെ അച്ഛൻ ഗൗരീശോടെ ശിവാനന്ദൻ കവി ഉണ്ടായിരുന്നു. ONV കുറിപ്പുമായിട്ട് പരിചയമുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് വീണ്ടും ചിന്തിക്കാൻ ഇടവന്നു. അങ്ങും ഒരു മഹാനായ കലാകാരനാണ്. ബിജു പെരുമ്പഴ സാർ നമ്മൾ വീണ്ടും ഈ വേദിയിലേക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരും, ഒരു പരമ്പരയായിട്ട് തന്നെ. അതുപോലെ ശ്രീകുമാരൻ തമ്പിയെ കുറിച്ചും ഒരു വിലയിരുത്തൽ നമുക്ക് ആവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.